ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്നത്തെയും പോലെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്, റിവിഷൻ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? സൊല്യൂഷൻ എന്നായിരുന്നു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഹോമോ കമ്പോണൻസ് എന്നായിരുന്നു സൊല്യൂഷന് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത്. ആ കമ്പോണൻറ്റിന് പറയുന്ന പേരെന്തൊക്കെയായിരുന്നു? സൊല്യൂട്ട് എന്നും സോൾവെൻ്റ് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് വിച്ച് പ്രസൻറ്റ് ഇൻ ലെസ്സർ എമൗണ്ട് ആൻഡ് സോൾവെൻ്റ് ഈസ് ദ കമ്പോണൻറ്റ് വിച്ച് പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട്. എക്സസ് എമൗണ്ടിൽ കാണപ്പെടുന്ന സോൾവെൻറ്റും ലെസ്സർ എമൗണ്ടിൽ കാണപ്പെടുന്ന സൊല്യൂട്ട്. ദെൻ we studied about types of solution. There are three types of solution. First one is solid solution and liquid solution, and last one is gaseous solution. This solution is based on എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? on the basis of സോൾവെൻറ്റ് പാർട്ടിക്കിൾ. സോൾവെൻറ്റ് ഏതാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് കോൺസെൻട്രേഷൻ ടേംസുകളെ കുറിച്ചായിരുന്നു. അവ ഏതൊക്കെയായിരുന്നു? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി, പിന്നെ അതേപോലെ തന്നെ പാർട്സ് പെർ മില്യൺ. അങ്ങനത്തെ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസുകളെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സോല്യൂബിലിറ്റി എന്താണെന്നാണ് പറഞ്ഞത്. സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞത് എന്തായിരുന്നു? സോല്യൂബിലിറ്റി ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു സൊല്യൂവെൻറ്റിൽ മാക്സിമം ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസിൻ്റെ മാക്സിമം എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ സോല്യൂബിലിറ്റി ഒരു ലിക്വിഡ് സൊല്യൂഷൻ്റെ സോല്യൂബിലിറ്റിയെ പറ്റിയിട്ടാണ് പിന്നെ പറഞ്ഞത്. അവിടെ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു, സോളിഡും ലിക്വിഡും പറഞ്ഞു, ദെൻ ഗ്യാസിൻ്റെ ലിക്വിഡും പറഞ്ഞു. ആ രണ്ട് കേസാണ് പറഞ്ഞത്. അതിൻ്റെ മുമ്പ് അവിടെ നമ്മളൊരു സോല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? 3 ഫാക്ടറുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നാച്ചർ ഓഫ് സബ്സ്റ്റൻസ്, ദെൻ ടെമ്പറേച്ചർ, ആൻഡ് തേർഡ് വൺ ഈസ് പ്രഷർ. ദെൻ 3 കേസിലും, സോളിഡിൻ ലിക്വിഡിൻ്റെ കേസിലും ഗ്യാസിൻ്റെ ലിക്വിഡിൻ്റെ കേസിലും അവ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് നോക്കിയിരുന്നു. ദെൻ പിന്നെ ഗ്യാസിൻ്റെ ലിക്വിഡിൻ്റെ കേസിൽ നമ്മളൊരു ലോ പഠിച്ചിരുന്നു. ആ ലോൻ്റെ പറയുന്ന പേരെന്തായിരുന്നു? ഹെൻറീസ് ലോ എന്നായിരുന്നു. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? സോല്യൂബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. സോല്യൂബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? പ്രഷറിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. ദെൻ അവിടുത്തെ ഒരു അപ്ലിക്കേഷൻ, അതിൻ്റെ ഹെൻറീസ് ലോൻ്റെ 2-3 അപ്ലിക്കേഷനും നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു എന്ത്? വേപ്പർ പ്രഷർ എന്താണെന്നുള്ളത്. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്താണെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു വേപ്പർ പ്രഷർ? ഒരു വേപ്പർ അതിൻ്റെ ലിക്വിഡിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. അവിടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനൊക്കെ പറയുന്നത്, മറ്റേ ഇക്വിലിബ്രിയം ആൻഡ് ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വേപ്പർ പ്രഷറാണ് പറഞ്ഞത്. ദെൻ സോൾവെൻ്റ്, ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ് പിന്നെ പറഞ്ഞത്. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്? സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് അപ്പോൺ ദി വോളറ്റാലിറ്റി ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ വോളറ്റാലിറ്റിയെ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില കേസിൽ വോളറ്റാലിറ്റിയുടെ കേസിൽ ചിലത് നോൺ വോളറ്റൈൽ ആവാം, ചില സൊല്യൂട്ട് എന്ന് പറയുന്നത് വോളറ്റൈൽ ആകും. അപ്പോൾ ചിലപ്പോൾ വോളറ്റൈൽ ആകുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള ആ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിനേക്കാളും മേ ബി കൂടാം കുറയാം, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനാണ്? ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ടാണ്, സൊല്യൂട്ടിൻ്റെ ക്യാരക്ടറാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ പിന്നെ പറഞ്ഞ ഒരു സൊല്യൂഷനിൽ എടുത്താൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വോളറ്റൈലായിരിക്കും എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ പിന്നെ ഒരു സൊല്യൂഷൻ്റെ കേസിലെടുത്തു. ദെൻ ഒരു സോൾവെൻ്റ് എടുത്ത് ആ സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈലായിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിന് വരുന്ന ചേഞ്ച് എന്തായിരുന്നു? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയും. ഓക്കെ, ആ കുറയാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ മുകളിലുള്ള
വോളട്ടൈലായിട്ടുള്ള സോൾവെൻറ്റ് മോളിക്യൂളിനെ നോൺ വോളട്ടൈലായിട്ടുള്ള സൊല്യൂട്ട് മോളിക്യൂൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനുള്ള വോളട്ടൈലായിട്ട് വേപ്പറായിട്ട് പോകാനുള്ള അല്ലെങ്കിൽ വേപ്പറൈസേഷൻ നടക്കാനുള്ള എബിലിറ്റി കുറയുന്ന കാരണമാണ് അവിടെ വേപ്പർ പ്രഷർ കുറയുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, റോൾസ് ലോ എന്തായിരുന്നു എന്ന് പറഞ്ഞു. ലിക്വിഡ് സൊല്യൂഷനിൽ റോൾസ് ലോ എന്താന്ന് പറഞ്ഞത്. എന്തായിരുന്നു റോൾസ് ലോ എന്ന് പറയുന്നത്, എ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ്. അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇത്ര ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ തരുന്ന ഒരു റിലേഷനെയാണ് റോൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ വോളട്ടൈൽ കമ്പോണൻറ്റിന് മാത്രമേ വേപ്പറായിട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് വോളട്ടൈൽ കമ്പോണൻറ്റിന് ഡയറക്റ്റ്ലി വോളട്ടൈൽ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ലിക്വിഡ് സൊല്യൂഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് റോൾസ് ലോൻ്റെ ബേസിസിൽ നമ്മൾ ലിക്വിഡ് സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ലിക്വിഡ് സൊല്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ദേ ആർ. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ഐഡിയൽ സൊല്യൂഷനും രണ്ടാമത്തേതെന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷനുമായിരുന്നു. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ അറ്റ് ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ആ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നോക്കിയത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നോൺ ഐഡിയൽ സൊല്യൂഷനിൽ വരിക. അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്ന 3 ഒപ്പം പറയാണ്. ഐഡിയലിൻ്റെയും നോൺ ഐഡിയലിൻ്റെയും ഒപ്പം കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എന്താണ് പറയുക? ആദ്യം ഐഡിയൽ സൊല്യൂഷനിൽ റോൾസ് ലോ ഒബേ ചെയ്യും. നോൺ ഐഡിയൽസിലാണെങ്കിൽ വെച്ച് ഡു നോട്ട് ഒബേ റോൾസ് ലോ. പിന്നെ പറഞ്ഞത് P(A) P0 A into XA എന്നാണ് ഏതിൻ്റെ കേസിൽ വരിക? ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ വരിക. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഐഡിയൽ സൊല്യൂഷൻ ഒബേ റോൾസ് ലോ. സോ വി ക്യാൻ ഗെറ്റ് P(A) P0 A into XA. Then in the case of non-ideal solution, the PA greater than or less than P0 A into XA. If the PA is greater than P0 A into XA, the solution is called non-ideal solution showing positive deviation. If PA is less than P0 A into XA, the solution is called non-ideal solution showing negative deviation. Then അവിടെ ഡെൽറ്റ എച്ച് മിക്സിൻ്റെയും ഡെൽറ്റ വി മിക്സിൻ്റെയും കാര്യമാണ് പിന്നെ പറഞ്ഞത്. ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും ഐഡിയൽ സൊല്യൂഷനിൽ ഈക്വൽ ടു 0 ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഡെൽറ്റ വി ആൻഡ് ഡെൽറ്റ എച്ച് not equal to 0. It may be greater than or it may be less than 0 on depend upon the deviation. അവിടെ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്നതിനനുസരിച്ച് മാറാം. പിന്നെ പറഞ്ഞത് എങ്ങനത്തെ കോമ്പൗണ്ട്സുകൾ കൂടിച്ചേർന്നിട്ടാണ് ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് എങ്ങനത്തെ സോൾവെൻറ്റും സൊല്യൂട്ടും വെച്ചിട്ടാണ്? സിമിലർ സെയിം സൈസും സിമിലർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഐഡൻറ്റിക്കൽ സ്ട്രക്ചറുമുള്ള കമ്പോണൻസുകൾ കൂടിച്ചേർന്നിട്ടാണ് ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എങ്ങനെ പറയാം? അവിടെ സിമിലർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും അല്ല. അവിടെ സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ സോൾവെൻറ്റ് ഓർ സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. ഓക്കെ. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? അവിടെ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഐഡിയൽ സൊല്യൂഷനെയും നോൺ ഐഡിയൽ സൊല്യൂഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞത് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വെരി റയർ സൊല്യൂഷനാണ്. അതും അല്ലാതെ കാണപ്പെടുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെൻസീൻ ആൻഡ് ടോളിവിൻ, മിക്സ്ചർ ഓഫ് ബെൻസീൻ ആൻഡ് ടോളിവിനാണ് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പറഞ്ഞത് എന്താണ്? ദ സൊല്യൂഷൻ ഈസ് കോൾഡ് എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? വേറെ അനദർ നെയിം എന്ന് പറയുന്നത് റിയൽ സൊല്യൂഷൻ എന്നാണ്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ സൊല്യൂഷൻസ് ആർ നോൺ ഐഡിയൽ സൊല്യൂഷൻ. That is, we can say that it is a real solution. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഏതെങ്കിലും ഒരു മാറ്റർ എടുത്താൽ ആ മാറ്ററിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. മേ ബി അത് കെമിക്കൽ പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ആവാം, അങ്ങനെയുള്ള പ്രോപ്പർട്ടികളാവാം. അപ്പോൾ നമുക്കറിയാം, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ മാറ്ററിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടി എടുത്താൽ അതിൻ്റെ കെമിക്കൽ ഫീച്ചേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലേ? ആ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അതിൻ്റെ സൊല്യൂട്ടിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ആ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള പേരിൽ തന്നെ മനസ്സിലാകും, അതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? ഒരു സൊല്യൂഷൻ, ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്ത് പറയാം? ദ പ്രോപ്പർട്ടി ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പോൾ ആ ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹുസ് വാല്യൂസ്, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ present in the solution is called colligative property. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രമാണ് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ whose values depends only on number of solute particle is called colligative property. ഒരു സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. കോമൺലി ദർ ആർ 4 ഡിഫറെൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുക 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ടാമത്തേതെന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ആൻഡ് തേർഡ് എന്ന് പറയുന്നത് depression of freezing point, and last one is osmotic pressure. There are 4 different colligative property. First one is relative lowering of vapor pressure, then second one is elevation of boiling point, then third one is depression of freezing point, and fourth one is osmotic pressure. ഓക്കെ, ഇപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടികളാണ്. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രമാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കോമൺ ആയിട്ട് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ പറയാൻ പറ്റില്ല, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ്, ആൻഡ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 4 പ്രോപ്പർട്ടികൾ എന്തുകൊണ്ടാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവുന്നത്, എന്താണ് ഈ കാര്യങ്ങൾ എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഇവിടുന്ന് പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ടേ പിന്നെ ബാക്കി പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ പറയാൻ പോകുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത്.
അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേപ്പർ പ്രഷർ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വേപ്പർ അതിൻ്റെ ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷനൊക്കെ പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ വേപ്പർ അതിൻ്റെ ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ളതാണ്. ബോയിലിംഗ് പോയിന്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. പക്ഷേ ഇൻ ദ ടേംസ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ടേംസിൽ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോയിലിംഗ് പോയിന്റ് പറയുക എന്നുള്ളതാണ് നോക്കുക. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചറാണ്. നമുക്കൊരു ടെമ്പറേച്ചറാണ് എന്നറിയാലോ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ, ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? വേപ്പർ പ്രഷറും ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുക. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ boiling point is the temperature at which vapor pressure of liquid is equal to atmospheric pressure. atmospheric pressure-നോട് ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആകുമ്പോഴാണ് എന്തെന്ന് പറയുക? ബോയിലിംഗ്. ആ ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുക? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുക. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ദ ടേംസ് ഓഫ് വേപ്പർ പ്രഷറിൽ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ at which vapor pressure of a liquid is equal to atmospheric pressure. atmospheric pressure-നോട് വേപ്പർ പ്രഷർ ഈക്വൽ ആകുന്ന ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്നത് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഇൻ ടേംസ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ എങ്ങനെയാണ് ഫ്രീസിംഗ് പോയിന്റിനെ ഡിഫൈൻ ചെയ്യുക എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ദ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ temperature at which the vapor pressure of the substance in its liquid phase is equal to its vapor pressure in solid phase. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറും ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറും ഈക്വൽ ആകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസ് അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ആ ലിക്വിഡ് എന്നുള്ളത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ആ ലിക്വിഡിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവും, ആ സോളിഡിന് മേ ബി ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും മാറുമ്പോൾ. ആ രണ്ട് ഫോമിലും, ആ ലിക്വിഡ് ഫോമിലും സോളിഡ് ഫോമിലുള്ള രണ്ട് ഫേസിലും അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ആകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആകെ പറഞ്ഞത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. അതിൻ്റെ 4 തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് ടേംസുകളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ്. ആ രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫേസിലും സോളിഡ് ഫേസിലും വേപ്പർ പ്രഷർ രണ്ടും ഈക്വൽ ആവുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ വരെ എന്നുള്ളതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്ത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഫാക്ടറിനെയാണ്. ആ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? വേപ്പർ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേ ബി വേപ്പർ പ്രഷർ കൂടിയാലോ കുറഞ്ഞാലോ ഇറ്റ് എഫക്റ്റ് ദി ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും? ഫ്രീസിംഗ് പോയിന്റ് കുറയാനും ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഡിഫറെൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരുന്നു? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിനെ കുറിച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവാൻ കാരണം, മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൻ്റെ ലോവറിങ് പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനത്തെ സൊല്യൂഷനാണ്? നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
ലിക്വിഡ് സൊല്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലിക്വിഡ് സൊല്യൂഷനാണ്, നമ്മളൊരു ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അവിടെ സോൾവെൻ്റ് ഏതായിരിക്കും സോൾവെൻ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു സോൾവെൻ്റ് എടുത്തു. ആ സോൾവെൻറ്റിലേക്ക് ഞാനൊരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാണ്. കൺസിഡർ എ സോൾവെൻറ്റ് ആൻഡ് ആഡിങ് ടു ദിസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ അവിടുത്തെ ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചതായിരുന്നു. ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷനിൽ, പിന്നെ ആ സൊല്യൂഷനാണല്ലോ, ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും കമ്പയർഡ് ടു ദ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസ് ചെയ്യുമല്ലോ. അത് നമ്മൾ പഠിച്ചതാണല്ലോ. എന്താ കാരണം? മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചതാണല്ലോ. ആ ഡിക്രീസ് ചെയ്യുന്ന ആ വേപ്പർ പ്രഷർ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ എന്താണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഡിക്രീസസ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് എന്ത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, കൺസിഡർ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളൊരു സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ അതിലുള്ള കമ്പോണൻസ് എങ്ങനത്തെ കമ്പോണൻസ് ആയിരിക്കും? നമുക്കറിയാം എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവുക. ഒരു സോൾവെൻറ്റും ഉണ്ടാവും, ഒരു സൊല്യൂട്ടും ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ കേസിലാണെങ്കിൽ എ സോൾവെൻറ്റ് ആൻഡ് എ സൊല്യൂട്ട്, ഒരു സോൾവെൻറ്റും ഉണ്ടാവും, ഒരു സൊല്യൂട്ടും ഉണ്ടാവും. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും? ഇറ്റ് ഈസ് എ വോളറ്റൈൽ സോൾവെൻറ്റ്. സോൾവെൻറ്റ് എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിരിക്കും. ബട്ട് ഇത് സൊല്യൂട്ട് എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും? സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്തത്. അപ്പോഴാണ് ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സോൾവെൻറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ടേം എ ആൻഡ് സൊല്യൂട്ട് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ടേം ബി. Consider a solution containing a volatile solvent A and non-volatile solute B. നമുക്കറിയാം ഇവിടെ റൂൾസ് ലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതിന് മാത്രമാണ് റോൾ ഉണ്ടാവുള്ളൂ? വോളറ്റൈൽ കമ്പോണൻറ്റിന് മാത്രമാണ് റോൾ ഉണ്ടാവുള്ളൂ. നോൺ വോളറ്റൈൽ കമ്പോണൻറ്റിന് ദർ ഈസ് നോ റോൾ. അപ്പോൾ നമ്മളിവിടെ റൂൾസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. ഈ പറഞ്ഞ കൺസിഡറേഷനിൽ നമ്മൾ അപ്ലൈയിങ് റൂൾസ് ലോ അപ്ലൈ ചെയ്താൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്താ വരിക? ഇവിടെ സോൾവെൻറ്റ് മാത്രമാണ് വോളറ്റൈൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ റൂൾസ് ലോയിൽ ഇക്വേഷൻ എങ്ങനെ വരിക? P directly proportional to XA ആണ് നമുക്കറിയാം റൂൾസ് ലോൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരിക? PA is equal to P naught A into XA. That means the P naught A is equal to vapor pressure of pure solvent. That equation is represented by 1. പി എസ് ഈക്വൽ ടു പി നോട്ട് എ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ആ സൊല്യൂഷനിൽ നമുക്കറിയാം ഏതൊരു സൊല്യൂഷൻ എടുത്താലും മോൾ ഫ്രാക്ഷൻ്റെ ആകെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ ആകെ 2 കമ്പോണൻ്റ് ആണുള്ളത്, എ എന്ന് പറയുന്ന കമ്പോണൻറ്റും ബി എന്ന് പറയുന്ന കമ്പോണൻറ്റും. അപ്പോൾ എക്സ് എ പ്ലസ് എക്സ് ബി ഇസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് എ പ്ലസ് എക്സ് ബി ഇസ് ഈക്വൽ ടു 1 ആണ് വരിക. അപ്പോൾ അതിൽ നിന്നും എക്സ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പി എന്ന് നമുക്ക് കിട്ടുമല്ലോ. ആ എക്സ് എ പ്ലസ് എക്സ് ബി ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതിൽ നിന്ന് എക്സ് എ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ പ്ലസ് എക്സ് ബി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ 1 മൈനസ് എക്സ് ബി എന്ന് വരും. ദെൻ വി ഗെറ്റ് എക്സ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബി. ദാറ്റ് എക്സ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇക്വേഷൻ 1. നമ്മൾ ഇക്വേഷൻ 1ൽ
പി എസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് എ എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സ് എൻ്റെ പ്ലേസിൽ നമ്മൾ 1 മൈനസ് എക്സ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 എന്താ കിട്ടുക? പി എസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു 1 മൈനസ് എക്സ് ബി എന്നാണ് കിട്ടുക. അപ്പോൾ ആ പി നോട്ട് എ ഇൻറ്റു 1 മൈനസ് എക്സ് ബി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പി എ എന്താ കിട്ടുക? പി എസ് ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി നോട്ട് എ ഇൻറ്റു എക്സ് ബി എന്നാണ് കിട്ടുക. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കിയാൽ എന്ത് മനസ്സിലാവുക? പി എയും പി നോട്ട് എയും പിന്നെ മൈനസ് പി നോട്ട് എ ഇൻറ്റു എക്സ് പി ഉള്ള 3 ടേംസുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ പി നോട്ട് എ ആ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പി നോട്ട് എ മൈനസ് പി എസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പി എന്നാണ് കിട്ടുക. അത് എന്താണ് ഉണ്ടായത്? നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പി എസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു പി നോട്ട് എ മൈനസ് പി നോട്ട് എ ഇൻറ്റു എക്സ് പി ആ കിട്ടുക. അതിൽ നിന്നും എക്സ് പി ഉള്ള ടേം മാത്രം ഒരു സൈഡിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പി നോട്ട് എ മൈനസ് പി എസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പി എന്നാണ് കിട്ടുക. അപ്പോൾ ആ പി നോട്ട് എ മൈനസ് പി എ ദാറ്റ് മീൻസ് അതെന്താണത്? ഒരു വേപ്പർ പ്രഷറിലുള്ള ചേഞ്ചാണ് ആ പി നോട്ട് എ മൈനസ് പി എ എന്ന് പറയുന്നത്. പി നോട്ട് എ എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. പി എ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ്. അവിടെ എന്ന് പറയുന്നത് ഒരു വേപ്പർ പ്രഷറിലുണ്ടാവുന്ന ചേഞ്ചാണ്. നമ്മൾ പറഞ്ഞു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ചേഞ്ച് കുറയുമെന്ന് പറഞ്ഞല്ലോ. അവിടെ എത്രത്തോളം കുറയുന്നു എന്നുള്ളതാണ് ഈ പി നോട്ട് എ മൈനസ് പി എ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡെൽറ്റ പി എന്ന് പറയാം. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയാം. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പി. ആ ഡെൽറ്റ പിന്ന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ ആദ്യം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞത്? When a non-volatile solute is added to a solvent, the vapor pressure of a solution decreases. It is called lowering of vapor pressure. അവിടെ ഉണ്ടാവുന്ന ആ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ചാണ് ഡെൽറ്റ പി. ആ ഡെൽറ്റ പിനെ നമ്മൾ പറയുന്ന പേരാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ഡെൽറ്റ പി is equal to പി നോട്ട് എ ഇൻറ്റു എക്സ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു ഡെൽറ്റ പി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്? പി നോട്ട് എയിനെയും എക്സ് ബി എയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പി നോട്ട് എ മീൻസ് ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ് പി നോട്ട് എ എന്ന് പറയുന്നത്. എക്സ് പി എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഡെൽറ്റ പി എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സാധിക്കില്ല. കാരണം എന്താ? ഇത് ഡെൽറ്റ പിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് പി നോട്ട് എന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് പിന്നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഉസ് വാല്യൂസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ എ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമുക്കൊരു പ്രോപ്പർട്ടിയെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. But lowering of vapor pressure delta P also depend the P നോട്ട് എ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ കൂടെ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് lowering of vapor pressure not a colligative property, but relative lowering of vapor pressure is colligative property. അപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടി വരിക? എന്താണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് നോക്കണം. നമുക്ക് അവസാനം കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡെൽറ്റ പി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പി എന്നുണ്ടല്ലോ. അതിൽ നിന്ന് പി നോട്ട് എ നമുക്ക് ആ വേപ്പർ പ്രഷറിൻ്റെ എല്ലാ ടേംസും ഒരേ ഭാഗത്തേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പിയിൽ നിന്ന് പി നോട്ട് എ എന്ന് പറയുന്നൊരു ഡെൽറ്റ പിൻ്റെ ആ സൈഡിലേക്ക് പോയാൽ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഇസ് ഈക്വൽ ടു എക്സ് ബി. അപ്പോൾ ഒരു ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഈക്വൽ ടു എക്സ് ബി എന്ന് മാത്രമാണുള്ളത്. എക്സ് ബി മീൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ. ദാറ്റ് മീൻസ് എക്സ് ബി മീൻസ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. അപ്പോൾ
അപ്പോൾ ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു എക്സ് ബി എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഇപ്പോൾ കിട്ടിയ ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ നമ്പറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഇക്വേഷൻ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഇസ് ഈക്വൽ ടു എക്സ് ബി മാത്രമാണുള്ളത്. എക്സ് ബി എന്ന് പറയുന്ന വാല്യൂവിനെയാണ് ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ സാധിക്കും, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ സാധിക്കും. വൈ, എന്തുകൊണ്ട്? എക്സ് ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ മീൻസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ, കോൺസെൻട്രേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം ആണല്ലോ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് എ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഡെൽറ്റ പി ബൈ പി നോട്ട് എനെ നമ്മൾ പറയുന്ന പേരാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി നോട്ട് എ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി, but delta P by P naught A, the relative lowering of vapor pressure is a colligative property which depends the mole fraction of solute, which depends the number of solute particles. എന്തുകൊണ്ടാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ സാധിക്കുക, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നോട്ട് എ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് ആൻസർ പറയാൻ സാധിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമ്മളിപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞത് ഏതാണ്, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. അപ്പോൾ ആ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൽ നിന്നുള്ള ആ സൊല്യൂട്ടിൻ്റെ ആ എക്സ് പി എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷനിലുള്ള ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കാണുക എന്നുള്ളതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ഇതിൻ്റെ ഇക്വേഷനും എങ്ങനെയാണ് ഡെറിവേഷനും എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ റിലേറ്റീവ് ലോവറിങ്ങിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് റിലേറ്റീവ് ലോവറിങ് ചോദിക്കും, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കുക. അതേപോലെ തന്നെ ചോദിക്കുന്നത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്തുകൊണ്ടാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആവാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മോളിക്കുലാർ മാസിൻ്റെ ഡെറിവേഷനും നമ്മൾ ഇതുവരെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. റിലേറ്റീവ് ലോവറിങ് ചോദിച്ചാൽ ഈ പറഞ്ഞ എല്ലാ ടേംസുകളും ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇപ്പം നമുക്ക് ആദ്യം അറിയാം റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബി ആണ് എന്ന് നമുക്കറിയാലോ. അപ്പോൾ എക്സ് ബി എന്ന് പറയുന്നത് എന്താ, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിന് നമുക്ക് എങ്ങനെ പറയാം, എന്താണ് മോൾ ഫ്രാക്ഷൻ, എൻ എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ആ ഒരു സൊല്യൂഷനിൽ എത്ര ടോട്ടൽ കമ്പോണൻസ് എത്രയാണ്, അതിൻ്റെ റേഷ്യോ ആണ് എന്തെന്ന് നമുക്കറിയാം, മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് കിട്ടി. എൻ ബി മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് എൻ എ പ്ലസ് എൻ ബി മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് solvent and total number of moles present in the solution എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡെൽറ്റ പി ബൈ പി നോട്ട് ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ ബി എ പ്ലസ് എൻ എ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്താൽ അതിൽ സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ കമ്പയർഡ് ടു ദിസ് എൻ എയും എൻ ബിയും കമ്പയർ ചെയ്യുമ്പോൾ എൻ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എൻ എൻ്റെ വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്കറിയാം 1+0.01 ഒക്കെയാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എൻ ബി പ്ലസ് എൻ എൻ്റെ കേസിൽ എൻ ബിയുടെ വാല്യൂ വെരി ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻ ബിനെ നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു എൻ ബി ബൈ എൻ എ എന്ന് കിട്ടും.
അപ്പോൾ ഇതുവരെ പറഞ്ഞ് മനസ്സിലായല്ലോ. ഡെൽറ്റ പി ബൈ പി നോട്ട് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഡെൽറ്റ പി ബൈ പി നോട്ടിന് മോൾ ഫ്രാക്ഷൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എൻ ബി പ്ലസ് എൻ എ എന്ന് എഴുതാം. കമ്പയർ ടു ദ കമ്പയർ ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് വെരി വെരി ലെസ്. സോ വി ക്യാൻ നെഗ്ലക്റ്റ് ദ വാല്യൂ ഓഫ് എൻ ബി. അപ്പോൾ എൻ ബിയുടെ വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ പി ബൈ പി സീറോ എ, ദാറ്റ് മീൻസ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് കിട്ടും? എൻ ബി ബൈ എൻ എ എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുള്ളത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഗിവൺ മാസ് എന്ന് പറയുമ്പോൾ എന്താ? ആ സൊല്യൂഷനിലുള്ള സൊല്യൂഷനിലുള്ള മാസ് ഓഫ് സൊല്യൂട്ടാണ്. ആ സൊല്യൂഷനിലുള്ള മാസ് ഓഫ് സൊല്യൂട്ടിനെയാണ് ഗിവൺ മാസ് ആയിട്ട് വരിക. ദെൻ മോളിക്കുലാർ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഏതാണ് സൊല്യൂട്ട്, ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് വരിക. അപ്പോൾ അതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എൻ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എം ബി ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഡബ്ല്യു ബി മീൻസ്, ഡബ്ല്യു ബി എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ആ സൊല്യൂഷനിലുള്ള ഗിവൺ മാസാണ്. ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറയുന്നതാണ് ഡബ്ല്യു ബി. എം ബി എന്ന് പറഞ്ഞാൽ ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസാണ്. അതേപോലെ തന്നെ എൻ എ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് എങ്ങനെയാണ് കാണുക? ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എം എ. ഡബ്ല്യു എ മീൻസ് mass of solvent present in the solution and Ma means molecular mass of solvent. Okay. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നിന്ന് എന്താണ് കാണേണ്ടത്? നമ്മൾ ഹെഡിങ് എന്താ പറഞ്ഞത്? കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ്സാണ് കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ കിട്ടിയത്? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എം ബി ഓൾ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ബൈ എം എ. അപ്പോൾ ഇതിന് നമ്മളൊരു ഓർഡർ, എം ബിനെ ഒരു സൈഡിലേക്ക് ആക്കി ഒരു ഓർഡർ ആക്കി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യം ചെയ്യും, സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേ. അപ്പോൾ ഡെൽറ്റ B by P naught is equal to relative lowering of vapor pressure is equal to WB by MB. അപ്പോൾ ഇനി ഡിവൈഡഡ് ബൈൻ്റെ താഴത്തുള്ളത് മുകളിലേക്ക് വരുമ്പോൾ തിരിഞ്ഞ് വരും, ഇൻറ്റു MA ഇൻറ്റു WA എന്നാണ് വരിക. അതിൽ നിന്ന് നമുക്ക് MB എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ് കിട്ടുക? MB is equal to WB by WA ഇൻറ്റു MA ഇൻറ്റു പി നോട്ട് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്നാണ് കിട്ടുക. ഓക്കെ, ആ എം ബി ഇപ്പുറത്തേക്ക് വരും, ഡെൽറ്റ പി ബൈ പി നോട്ട് ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതെന്താ തിരിഞ്ഞ് കണ്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ് എം ബി കിട്ടുക? എം ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു എം എ ഇൻറ്റു പി നോട്ട് എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു ഡെൽറ്റ പി എന്നാണ് നമുക്ക് മോളിക്കുലാർ മാസിൻ്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ അതിൽ പറയുന്ന ഓരോ ടേമുകൾ എന്താണ്? ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിലുള്ള മാസ് ഓഫ് സൊല്യൂട്ട്, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ എന്ന് പറയാം. എം എ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സോൾവെൻറ്റിൻ്റെ മോളിക്കുലാർ മാസാണ് എം എ എന്ന് പറയുന്നത്. പി നോട്ട് എ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സോൾവെൻറ്റിൻ്റെ, പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ആൻഡ് ഡബ്ല്യു എ എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ്, ദാറ്റ് മീൻസ് മാസ് ഓഫ് സോൾവെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ആൻഡ് ഡെൽറ്റ പി മീൻസ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ, ഈ ഇക്വേഷൻ കാണുന്ന ഭാഗത്തു നിന്നൊക്കെ നമുക്കൊരു പ്രോബ്ലം മസ്റ്റായിട്ടുണ്ടാകും. ഏതെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോബ്ലം എക്സാമിന് മസ്റ്റാണ്. സോ നമ്മൾ പലരും പറയാറുണ്ട് ക്വസ്റ്റ്യനുള്ള നമുക്ക് ചോദ്യങ്ങളും പ്രോബ്ലങ്ങളൊക്കെ കറക്റ്റ് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോൾ സാറൊന്ന് ചെയ്ത് തരണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലത്തെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്ത് ആൻസർ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യം കിട്ടും ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ
റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് എന്താന്ന് പറഞ്ഞത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഡിക്രീസസ് ഇറ്റ് ഈസ് കോൾഡ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ റോൾസിൽ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് എങ്ങനെ വന്നേ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പി എന്നാണ്. Delta P means lowering of vapor pressure is equal to P naught A into XP. The value of lowering of vapor pressure is depend the value of vapor pressure of pure solvent and mole fraction. So delta P is not a colligative property. Colligative property എന്ന് പറഞ്ഞത് എന്തായിരുന്നു? It is the property whose values depend only on number of solute particle. But ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ പിൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ പി നോട്ട് എ ഇൻറ്റു എക്സ് പി ആണ്. അവിടെ ഏതിൻ്റെ വാല്യൂം കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ് പി മാത്രമാണ് നമുക്ക് എന്ത് പറയാം? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഡെൽറ്റ പി ഡിപ്പെൻഡ് ചെയ്യുന്നത് പി നോട്ട് എയിനെയും എക്സ് ബി എയുമാണ്. അപ്പോൾ ആ ഡെൽറ്റ പി ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് പിയിൽ നിന്ന് ഡെൽറ്റ പിൻ്റെ സൈഡിലേക്ക് പി നോട്ട് എ വരുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഒറ്റയ്ക്ക് എടുത്താൽ എക്സ് ബി ഈക്വൽ ടു എന്താ കിട്ടുക? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഇൻറ്റു പി നോട്ട് എ എന്നാണ് വരിക. എക്സ് ബി ഈക്വൽ ടു ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്ന് പറയാം. ഡെൽറ്റ പി ബൈ പി നോട്ട് എക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ബൈ പി നോട്ട് എ. അതിന് പറയുന്ന പേരാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബിക്കോസ് ഓഫ് ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻ കാണുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തത്? അതിൻ്റെ ഫസ്റ്റ് എന്താണ്? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഇൻറ്റു എക്സ് ബി. ദെൻ ആ എക്സ് ബിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ എ ഡിവൈഡഡ് ബൈ എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി ആണ് വരിക. അപ്പോൾ എൻ ബിൻ്റെ വാല്യൂ എന്ന് എൻ എനെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ലെസ് ആണ്. സോ വി ക്യാൻ നെഗ്ലക്ട് ദ വാല്യൂ ഓഫ് എൻ ബി. സോ വി ഗെറ്റ് എൻ ബി ബൈ എൻ എസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ പി നോട്ട് എ. ദെൻ നമുക്ക് എൻ എൻ്റെയും എൻ ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുക? എം ബി ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു എം എ ഇൻറ്റു പി നോട്ട് എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു ഡെൽറ്റ പി എന്നാണ് കിട്ടുക. അതാണ് ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. വേപ്പർ പ്രഷർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ കുറയും. അതാണ് ഈ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ 4 പേര് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പഠിക്കുക. 4 ഡിഫറെൻ്റ് ഏതെന്ന് ആ പേരിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പോൾ കേട്ടത് എന്തെങ്കിലും ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ കുറയൽ എപ്പോഴാണെന്ന് നമുക്കറിയാം? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് വേപ്പർ പ്രഷർ കുറയാന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ ഒരു തീം ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താ? ഡിഫറെൻ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഒന്നാമത്തെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്. അത് ഏതായിരുന്നു എന്നാണ് പറഞ്ഞത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ദാറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ ടി ബി. അപ്പോൾ ആ ടേമിൽ നിന്ന്, ആ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ആ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു ടേം എടുത്ത് പറയേണ്ടതുണ്ട്, എലിവേഷൻ. എന്താണ് എലിവേഷൻ? എലിവേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ആ ടേമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഉയർച്ചയാണ്, ഇൻക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞപ്പോൾ അവിടെ എന്താ ഉണ്ടായിരുന്നത്? വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരുന്നു. ആ സോൾവെൻറ്റിനേക്കാളും
പ്യുവർ സോൾവെൻറ്റിൻ്റെക്കാളും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷൻ്റെ കുറവായിരുന്നു. ആ ഒരു ഡിക്രീസിനെയാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഉയർച്ചയെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവം വരിക? നമ്മൾ അവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുക. ആ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും അപ്പോൾ ഉണ്ടായ ആ സോൾവെൻറ്റിക്ക് സൊല്യൂട്ട് ഇടുമ്പോൾ ഉണ്ടാവുന്ന ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ആ കുറവായിരുന്നു ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിലേക്ക് ഇട്ടു എന്ന് കരുതിയാൽ ആ സോൾവെൻറ്റിക്ക് ഇടുമ്പോൾ ആ സോൾവെൻറ്റിൽ ഇടേണ്ടതിന് മുമ്പ് ഒരു ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ. ദെൻ ആ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഇടുമ്പോൾ അതെന്തായി? ആ സൊല്യൂഷനായി. ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കൂടുതലായിരിക്കും. ആ ഒരു ഇൻക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ്, then its boiling point of the solution is increases. That phenomenon is called elevation of boiling point. Lowering of vapor pressure കേസിൽ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇനി പറയുന്നത്. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിൽ എന്തായിരുന്നു? വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ ആയിരുന്നു ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഇൻക്രീസിങ് ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഫിനോമിനനെ പറയുന്ന പേരാണ് എന്ത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ലോവറിങ്ങിൻ്റെ കേസിലാണെങ്കിലും എലിവേഷൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ആദ്യം എടുത്ത ആ സോൾവെൻ്റ് ഉണ്ടല്ലോ, ആ സോൾവെൻറ്റിലേക്കാണ് ഇത് ഇടുന്നത്. ആ സോൾവെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെത് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. ഇപ്പോൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിലാണെങ്കിൽ ആ സോൾവെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ആ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഇടുമ്പോൾ ഒരു സൊല്യൂഷൻ ആവുമല്ലോ, ആ സോൾവെൻ്റ് ഒരു സൊല്യൂഷൻ ആവുമല്ലോ, ആ സൊല്യൂഷൻ്റെ ഡിക്രീസ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ ആദ്യത്തെ എടുത്ത ആ സോൾവെൻറ്റിലേക്ക് ഇടുന്ന സോൾവെൻ്റ് ഉണ്ടല്ലോ, ആ സോൾവെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ബോയിലിംഗ് പോയിൻ്റ്, ഈ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയൊക്കെയാണ്. ദെൻ പിന്നെ നമ്മൾ പറയാനുള്ളത് എന്താണ്? ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് പറയണം. എന്നാൽ മാത്രമേ, നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, ബോയിലിംഗ് പോയിൻ്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റത്തെ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിൽ നമ്മളൊരു ഇക്വേഷൻ ആക്കി കണ്ടെത്തുമ്പോഴാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, പക്ഷേ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ കണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് കറക്റ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അത് കറക്റ്റ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ടെമ്പറേച്ചർ വേഴ്സസ് വേപ്പർ പ്രഷറിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് വൈ ആക്സിസിലുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിന് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മുമ്പുകളിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണുന്നുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ആ ഒരു എക്സ് ആക്സിസിന് പാരലായിട്ട് കാണപ്പെടുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മളൊരു സൊല്യൂഷനിലേക്ക് ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലൊന്നും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മാറ്റം വരാനുള്ള പോസിബിലിറ്റി ഇല്ല. അതാണ് അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് കാണപ്പെടാൻ കാരണം. ദെൻ ഇനി നമ്മളൊരു സൊല്യൂവൻ്റ് എടുക്കുകയാണ്, സോൾവെൻ്റ് മാത്രം, അത് അവിടെ ഒരു ഗ്രേ കളറിൽ പെൻസിൽ കൊണ്ട് വരച്ചതാണ് അവിടെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ വേപ്പർ പ്രഷർ ഇങ്ങനെ കൂടി വന്ന് ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമേ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ച് ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചറാണ് എന്ത്? T0B എന്ന് പറയുന്നത്. സോൾവെൻറ്റിൻ്റെ
വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് എവിടെ തട്ടുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈനും സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ഈക്വൽ ആയിട്ടൊരു പോയിന്റിൽ വരുന്നുണ്ട് ടെമ്പറേച്ചറിൽ. ആ ടെമ്പറേച്ചറാണ് ഏത്? T0B. ആ T0Bനെ നമുക്ക് എന്ത് പറയാം? ആ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? അത് മാറരുത്. വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വലായി വരുന്ന ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കൂ, ഈ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കർവ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇൻക്രീസ് ചെയ്ത് ഒരു T0B എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ലൈനുമ തട്ടി. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വലായി. ആ ടെമ്പറേച്ചറിനെയാണ് T0B എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആ T0B എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് ആ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ സോൾവെൻറ്റിലേക്ക് ഞാൻ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. ആ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സോൾവെൻറ്റ് പിന്നെ എന്താ? അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുമെന്ന് നമുക്കറിയാം. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അറിയാലോ. അപ്പോൾ സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ആ സോൾവെൻറ്റിൻ്റെ കർവിൻ്റെ താഴെ സൊല്യൂഷൻ്റെ കർവ് വരാൻ കാരണം. ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്. ഇതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിലേക്ക് നോക്കിയാൽ മതി. സോൾവെൻറ്റിൻ്റെ ആണെങ്കിൽ കുറച്ച് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സൊല്യൂഷൻ്റെ ആണ് കുറച്ച് താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ടെമ്പറേച്ചർ എടുത്താൽ ആ ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ആ ഒരു ടെമ്പറേച്ചർ സോൾവെൻറ്റിൻ്റെ എന്ന് പറയുന്നത് കൂടുതൽ, സൊല്യൂഷൻ്റെ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ആ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടി വരും. ആ കൂടി വന്നിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ടച്ച് ചെയ്യും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ സ്ട്രെയിറ്റ് ലൈനോട് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും ഈക്വലായി നിൽക്കുന്ന പോയിൻ്റാണ്. ഇവിടെ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ്. ജസ്റ്റ് അതിൽ നോക്കട്ടെ. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ കാണിക്കുന്നത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും പിന്നെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുന്ന പോയിൻ്റാണ് എ എന്ന് കാണിച്ചിട്ടുള്ളത്. ആ എ എന്ന് പറയുന്ന ആ പോയിന്റ് എപ്പോഴാണ് അങ്ങനെ ഈക്വലായി വരുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ഈക്വലായി വരുന്ന ടെമ്പറേച്ചറാണ് TB. ആ എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും TB എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വലായി വരുന്നത്. അപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ഈക്വലാവുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമുക്ക് എന്താണെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ, ഈ ഗ്രാഫിലേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലാണ്. ദാറ്റ് മീൻസ് TB ഈസ് ഗ്രേറ്റർ ദാൻ T0B എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ TB എന്ന് പറയുന്നത് വലുതല്ല, T0B എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചെറിയ ടെമ്പറേച്ചറാണ് കമ്പയർഡ് ടു TB. അപ്പോൾ ഈ TBൻ്റെയും T0Bൻ്റെയും ഇടയിൽ വരുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ΔTB എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ΔTB എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ഇൻക്രീസ് ചെയ്ത ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസാണ് ഇവിടെ എന്തെന്ന് കാണിക്കുന്നത്? ΔTB എന്ന് പറയുന്നത്. ആ ΔTB ആണ് നമ്മളെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ΔTB എന്താണെന്ന് പറയാം? TB മൈനസ് T0B എന്നാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. TB മൈനസ് T0Bനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ΔTB ആണ്. ΔTB = TB മൈനസ് T0B. അപ്പോൾ TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആൻഡ് T0B എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ,
നമ്മൾ ഒന്നാമത് പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ പോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതായിരുന്നു? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ആ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ പോലെ തന്നെ ഡെൽറ്റ ടി ബി, ദാറ്റ് മീൻസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് അത്ര പഠിക്കാനുള്ളൂ, മറ്റേമിൻ്റെ മാതിരി ഇക്വേഷൻ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാനില്ല. അപ്പോൾ ഇതിൽ നിന്ന് ആ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ബി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ടി ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ബി എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ബി എന്നും പറയാം. എം സ്മാൾ എം, ദാറ്റ് മീൻസ് മൊളാലിറ്റി എന്ന് പറയുന്നതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ബി എന്ന് പറയാം. സോ ആ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി ബി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് കിട്ടും. ഡെൽറ്റ ടി ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്മാൾ എം എന്ന് കിട്ടും. സോ ദാറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാറ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം. ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് കെ ബി. ദാറ്റ് മീൻസ് മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി എം എന്നാണ് നമ്മൾ പറയുക. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് or ebullioscopic constant. Kb means molar elevation constant or ebullioscopic constant. അപ്പോൾ elevation of boiling point എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ടി ബി is equal to molar elevation constant into molality ആണ്. അല്ലെങ്കിൽ ആ molar elevation constantന് വേറെ പറയുന്ന പേരെന്താണ്? ebullioscopic constant. അപ്പോൾ എന്താണ് ഒരു ebullioscopic എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക? Kb is defined as the elevation of boiling point produced by 1 molar solution. That means ആ m എന്ന് പറയുന്നത് മൊളാലിറ്റി 1 ആക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെൽറ്റ ടി ബിക്കാണ് കെ ബി എന്ന് പറയുക. കെ ബി എന്ന് പറഞ്ഞാൽ കെ ബി is defined as elevation of boiling point. ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി ബി എന്താണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ആ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോൾ? ബൈ ഏതിൻ്റെ ഫലമായിട്ട്? ബൈ 1 മോളാർ സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? കെ ബി ഈസ് ഡിഫൈൻ ആസ് ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 മോളാർ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആകപ്പാട് എന്താണ് പറഞ്ഞത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്? ഡെൽറ്റ ടി ബിക്കാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? പിന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെൻറ്റ്, ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ്. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്. ദെൻ ആ ഗ്രാഫിൽ നിന്ന് എന്ത് മനസ്സിലാവും? സോൾവെൻറ്റിൻ്റെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടുമെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഡെൽറ്റ ടി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ബി എന്ന് പറഞ്ഞു. ആ മൊളാലിറ്റി എന്ന് പറയുന്നതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ബി ആണ്. സോ അതിൽ നമുക്ക് ആ രണ്ട് ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും? ഡെൽറ്റ ടി ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് കിട്ടും. ദെൻ വി ഗെറ്റ് ഡെൽറ്റ ടി ബി is equal to കെ ബി എം. ആ കെ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പറയുന്ന പേരാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൊളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെ ബി എങ്ങനെ ഡിഫൈൻ ചെയ്യുക? കെ ബി is defined as the elevation of boiling point produced by 1 molar solution. Okay. ദെൻ പിന്നെ നമ്മൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പിന്നെന്താ പറഞ്ഞത്? സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനായിരുന്നു പറഞ്ഞത്. കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. വീണു അതാണ് നമുക്ക് ഇവിടെ എന്താ പറയുക? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കെ ബി ഇൻറ്റു എം ആണെന്ന്. അവിടെ എം എന്ന് പറയുന്നത് എന്തായിരുന്നു? മൊളാലിറ്റി ആയിരുന്നു. അപ്പം മൊളാലിറ്റി എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് സോൾവെൻ്റ് എന്നായിരുന്നു. എം is equal to
WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA എന്നായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ വരിക? ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? MB ആണ് കാണുന്നത്. അപ്പോൾ MB ഒരു ഇക്വേഷൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടുന്ന നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? MB ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. അതാണ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിന് കാണാനുള്ള ഇക്വേഷൻ. അവിടെ KB എന്ന് പറയുന്നത് എന്തായിരുന്നു? മൊളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നും പറയാം. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാലോ. ഏതൊക്കെയായിരുന്നു? WB എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, WA എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് പറഞ്ഞത്? നമ്മളെ എലിവേഷൻ, ബോയിലിംഗ് പോയിൻ്റ് ആകെ ഇത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ 2 പ്രോപ്പർട്ടികൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പ്രോപ്പർട്ടി ഏതാ പറഞ്ഞത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തേത് ഏതാണ് പറഞ്ഞത്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെൻറ്റിലേക്ക് ഇടുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സോൾവെൻറ്റിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയും. അതേ കേസിൽ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞത്? ബോയിലിംഗ് പോയിൻ്റ് കൂടും. ദെൻ ഇനി നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ആയിട്ട് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ TF. നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് നമ്മൾ എലിവേഷനിൽ എന്തായിരുന്നു പറഞ്ഞത്? ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ കേസിൽ ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ്. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എങ്ങനെ പറയാം? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് added to a solvent, freezing point of solution is decreases. This phenomenon is called depression of freezing point. നമ്മൾ എലിവേഷനിൽ എന്തായിരുന്നു പറഞ്ഞത്? when a non volatile solute is added to a solvent, boiling point of a solution increases. This phenomenon is called elevation of boiling point. In the case of freezing point, the negative property is depression of freezing point. That is, when a non-volatile solute is added to a solvent, the freezing point of the solution decreases. This phenomenon is called depression of freezing point. ഇതിന് കാരണം എന്താ? നമുക്കറിയാം, ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷന് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കേസിൽ ഫ്രീസിംഗ് പോയിൻ്റ് ഡിക്രീസ് ചെയ്യും. അതിൻ്റെ കാരണം നമുക്ക് എന്താ? ഫ്രീസിംഗ് പോയിൻ്റ് നമുക്ക് എന്താ അറിയാം? ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അതിൻ്റെ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ആകുന്ന ആ ഒരു പോയിൻറ്റിനെയാണ്, ഒരു ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷനിൽ ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുക ചെയ്യുക. ആ ലിക്വിഡിൻ്റെ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയും. ദെൻ ആ വേപ്പർ പ്രഷർ കുറയുമ്പോൾ ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും ദെൻ പിന്നെ അതിൻ്റെ സോളിഡ് ഫോമിലുള്ള വേപ്പർ പ്രഷറും തമ്മിൽ ഈക്വൽ ആവുന്ന ആ പോയിൻറ്റിനല്ലേ, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കുറയായിരിക്കും. നമ്മൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയുമ്പോൾ പിന്നെ ആ സോളിഡിൻ്റെ വേപ്പർ പ്രഷറിലേക്ക് എത്താൻ ആ സോൾവെൻറ്റിൻ്റെ അത്ര വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഫ്രീസിംഗ് പോയിൻ്റ് കുറവാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇതിൽ
ഗ്രേറ്റർ വാല്യൂ ഏതാണ് വരിക? സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ആണ് സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻറ്റിനേക്കാളും ഹൈ വാല്യൂ വരിക. അപ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് കാണേണ്ട ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് പറഞ്ഞാൽ അവിടുത്തെ ഇൻക്രീസ് ആണ്. അപ്പോൾ എത്ര ഇൻക്രീസ് കാണണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണണം? ഡെൽറ്റ ടി എഫ് കാണണം. നമ്മൾ ഡെൽറ്റ ടി ബി കണ്ട പോലെ തന്നെ ഇവിടെ ഡെൽറ്റ ടി എഫ് കാണണം. അപ്പോൾ നമുക്കറിയാം ഏതാണ് ഹൈ വാല്യൂ എന്നുള്ളത്. സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ആണ് ഹൈ വാല്യൂ എന്നുള്ളത്. അപ്പോൾ അവിടെ ചേഞ്ചിൽ എങ്ങനെ വരിക? ഡെൽറ്റ ടി എഫ് സീക്വൽ ടു ടി നോട്ട് ടി എഫ് മൈനസ് ടി എഫ്. ദിസ് ടി നോട്ട് ടി എഫ് ഈസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ freezing point of pure solvent and TF is freezing point of the solution. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ടി നോട്ട് ടി എഫ് മൈനസ് ടി എഫ് ആണ്. നമ്മൾ ഡെൽറ്റ ടി ബി കണ്ടെടുത്ത് ടി നോട്ട് ബി ടി ബി ആയിരുന്നു വലുത്, ടി നോട്ട് ബി എന്ന് പറയുന്നത് ചെറുതായിരുന്നു. അവിടെ സൊല്യൂഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരുന്നു കൂടുതൽ, സോൾവെൻറ്റിൻ്റെ എന്ന് പറയുന്നത് കുറവായിരുന്നു. ഇവിടുത്തെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് കൂടുതലും സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് കുറവുമാണ്. ആ ഒരു ചേഞ്ച് മനസ്സിലാക്കി വെക്കണേ. പിന്നെ എലിവേഷൻ്റെ കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഡെൽറ്റ ടി എഫ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നതും ഒരു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി? എന്തായിരുന്നു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആർ ദ പ്രോപ്പർട്ടി വാല്യൂസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ് വരിക? ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ദാറ്റ് മീൻസ് ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ ബി. നമുക്ക് അതേപോലെ തന്നെ അറിയാം. നമ്മൾ മറ്റേ കേസിൽ പിന്നെന്താ പറഞ്ഞത്? ഇക്വേഷൻ ഉണ്ടായപ്പോൾ ഈ മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഡെൽറ്റ ടി എഫ് അല്ല, സ്മാൾ എം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം ബി. ഫ്രം ദിസ് ടു ഇക്വേഷൻ വി ഗെറ്റ് എന്താ കിട്ടുക? ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്മാൾ എം, ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി. അപ്പോൾ അവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഒരു കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്യുമല്ലോ. ആ കോൺസ്റ്റൻ്റ് എന്നാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ ടി എഫ് സീക്വൽ ടു കെ എഫ് ഇൻറ്റു എം. നമ്മൾ അവിടുത്തെ കേസിൽ കെ ബി ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്? കെ എഫ് ഇൻറ്റു എം ആണ്. ഡെൽറ്റ ടി എഫ് സീക്വൽ ടു കെ എഫ് ഇൻറ്റു എം. അപ്പോൾ സ്വാഭാവികമായും ഡൗട്ട് ഉണ്ടാവും എന്താണ് കെ എഫ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കേസിൽ നമ്മൾ ഡിപ്രഷൻ്റെ കേസിൽ പറഞ്ഞത് എന്തായിരുന്നു? എലിവേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡെൽറ്റ ടി ബി സീക്വൽ ടു കെ ബി ഇൻറ്റു എം. ആ കെ ബിക്ക് പറഞ്ഞത് പേരായിരുന്നു മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ ഡെൽറ്റ ടി എഫ് സീക്വൽ ടു കെ എഫ് ഇൻറ്റു എമ്മിലുള്ള കെ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. അവിടെ എലിവേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഡിപ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കെ എഫ് മീൻസ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ കെ ബിയെ ഡിഫൈൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കെ എഫിന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പറയാം, ആ ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ ടി എഫ് സീക്വൽ ടു കെ എഫ് ഇൻറ്റു എമ്മിൽ ആ മൊളാലിറ്റി എന്ന് പറഞ്ഞത് 1 മോൾ ഓഫ് മൊളാൽ സൊല്യൂഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഒരു 1 മോളാർ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കെ എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 മോളാർ സൊല്യൂഷൻ. ഒരു മോളാർ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റിൽ പറഞ്ഞത്? ആകെ ജസ്റ്റ് ഇത്ര പറഞ്ഞിട്ടുള്ളൂ. മറ്റ് പറഞ്ഞ കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ്. ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈലായിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് ഡിക്രീസ് ചെയ്യും. ആ പ്രോസസ്സിന്, ആ ഡിക്രീസിനെ പറയുന്ന പേരാണ് എന്ത്?
ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്. നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ എന്താ പറഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും, വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഇവിടെ ഫ്രീസിങ് പോയിന്റ് കുറയും, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും കൂടും. അങ്ങനെയാണ് ആ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയോ. വേപ്പർ പ്രഷർ കുറയും എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ എന്താ, ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ കേസിൽ വേപ്പർ പ്രഷർ കുറയാണ്, വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഫ്രീസിങ് പോയിന്റും കുറയും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമ്മൾ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. അതിൽ 3ലും നമ്മൾ എന്ത് കാണാണ്ട്, മോളിക്കുലാർ മാസ് കാണാനുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ ഡെറിവ് ചെയ്യേണ്ടതുണ്ട്. ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണം. അതിൻ്റെ പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യാം, പക്ഷേ ആ ഇക്വേഷൻ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് കെ എഫ് ഇൻറ്റു സ്മാൾ എം ആണ്, കെ എഫ് ഇൻറ്റു മൊളാലിറ്റി ആണ്. അപ്പോൾ നമുക്ക് മൊളാലിറ്റി എന്താണെന്നറിയാം. മൊളാലിറ്റി എന്തായിരുന്നു, WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA ആണ് സ്മാൾ മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരിക, ഡെൽറ്റ ടി എഫ് സീക്വൽ ടു കെ എഫ് ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA എന്നാണ് വരിക. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് MB കാണാമല്ലോ. MB ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡെൽറ്റ ടി എഫ് ഇവിടെ ഡിവൈഡഡ് ബൈ ആ MBൻ്റെ പൊസിഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരിക, MB സീക്വൽ ടു കെ എഫ് ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു WA. നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇവിടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ അവിടുത്തെ വാല്യൂസ് എന്താ, കെ എഫ് എന്ന് പറഞ്ഞാൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, W എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിൻ്റെ മാസ്, ദെൻ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്, ദെൻ WA മീൻസ് എന്താണ്, WA ആ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നതാണ് WA. ദെൻ MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് എന്താണ് ആ സൊല്യൂട്ട്, ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസാണ് MB. ആ MBനെ കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, നമുക്ക് ഇതുവരെ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഈ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് എന്താണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ആ ഫിനോമിനക്ക് പറയുന്ന പേരാണ് എന്ത്, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ദെൻ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്തായിരുന്നു, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, പക്ഷേ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഇക്വേഷൻ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി സീക്വൽ ടു പി നോട്ട് എ ഇൻറ്റു എക്സ് ബി ആണ് വരിക. അപ്പോൾ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. അപ്പോൾ ഡെൽറ്റ പിയുടെ വാല്യൂ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബട്ട് ഡെൽറ്റ പി ബൈ പി നോട്ട് എ, ദാറ്റ് മീൻസ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഡിപ്പെൻഡ് ഓൺലി ദ number of solute particles, so we can say that relative lowering of vapor pressure is a colligative property. Then അതിൽ നിന്ന് നമ്മൾ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻ കണ്ടു. അതെന്തായിരുന്നു, MB ഈക്വൽ ടു WB ഇൻറ്റു MA ഇൻറ്റു P നോട്ട് എ ഡിവൈഡഡ് ബൈ WA ഇൻറ്റു ഡെൽറ്റ പി ആയിരുന്നു ഇക്വേഷൻ കണ്ടിരുന്നത്. ദെൻ രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്
ഏതായിരുന്നു? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? ദാറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ ടി ബി. അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യാണ്. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ 3 കാര്യത്തിലും പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നാണ്. ഒന്ന് കൂടും ഒന്ന് കുറയും എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആ ഹെഡിങ്ങിന് തന്നെ നമുക്ക് ആ ഒരു എന്താണ് ഫിനോമിനൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി ബി is equal to ടി ബി മൈനസ് ടി നോട്ട് ബി. അത് മീൻസ് ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലാണ് കമ്പയർഡ് ടു ദ സോൾവെൻറ്റ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി ബി is equal to ടി ബി ഇൻറ്റു ടി നോട്ട് ബി. ദെൻ ആ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം? എൻ ബിയുമായിട്ട് പ്രൊപ്പോർഷണാലിറ്റി പറയാം. ദെൻ മൊളാലിറ്റി അതിലേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നമ്മൾ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. അവ ഏതൊക്കെയായിരുന്നു? ആദ്യം പഠിച്ചത് റിലേറ്റീവ് ലോവറിംഗ് ആയിരുന്നു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് ആദ്യം പറഞ്ഞത്. ദെൻ പിന്നെ പറഞ്ഞത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പറഞ്ഞു. ദെൻ തേർഡ് വൺ ഏതായിരുന്നു? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ നെയിം പഠിച്ചിരുന്നു. അതിൽ 4ാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ 4ാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറാണ്. ദ ഫോർത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. എന്താണ് ഓസ്മോസിസ് എന്നുള്ളത്? ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഓസ്മോട്ടിക് പ്രഷർ ഈസ് റിലേറ്റഡ് ടു ഓസ്മോസിസ്. ഓസ്മോസിസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കേണ്ടി വരും? ഓസ്മോസിസ് എന്താണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഓസ്മോസിസ് എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, ബയോളജിയിലും പഠിച്ചിട്ടുണ്ടാവും. ഓസ്മോസിസ് എന്ന് പറഞ്ഞത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞത് ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്ന് എവിടേക്കാണ് മൂവ്മെൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ പ്രസക്തമാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം സൊല്യൂഷനും സോൾവെൻറ്റും ഇവിടെ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ എവിടുന്ന് എങ്ങോട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്? സോൾവെൻറ്റ് മോളിക്യൂള് സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരു ഒരു സൊല്യൂഷനും കൊടുത്ത് ഒരു സോൾവെൻറ്റും കൊടുത്ത് അതിൻ്റെ ഇടയിലൊരു സെമി പെർമിയബിൾ മെമ്പറാണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. അപ്പോൾ സോൾവെൻറ്റ് മോളിക്യൂളിന് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഓസ്മോസിസ് എന്ന് പറയുന്നത് സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ്. എവിടെ നിന്ന് എവിടേക്ക്? സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കുള്ള സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ സോൾവെൻറ്റ് മോളിക്യൂൾ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾ ഫ്രം എവിടെ നിന്ന്? ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പോൾ ഓസ്മോസിസ് എടുത്താൽ നമുക്കറിയാം അവിടെ ഒരു കോമൺ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെയുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് മൂവ് ചെയ്യുന്നത്? സോൾവെൻറ്റ് മോളിക്യൂളാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്ന് എവിടേക്കാണ്? സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ട ഒരു ടൈമാണ് ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെയുള്ള മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ദെൻ ഇനിയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം. നമുക്കൊരു ഒരു
പൊസിഷനിൽ നമ്മളൊരു ഓസ്മോസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, ബയോളജിയിലും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഓസ്മോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ ഇവിടുത്തെ ഓസ്മോസിസ് എന്ന് പറഞ്ഞത് എവിടെ നിന്ന് എവിടേക്കാണ്, സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്കാണ് നമ്മളിവിടെ സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണ് പ്രഷർ കൊടുക്കേണ്ടി വരിക? സോൾവെൻറ്റിൻ്റെ സൈഡിൽ പ്രഷർ കൊടുത്താൽ എന്താ ഉണ്ടാവുക? സോൾവെൻറ്റ് മോളിക്യൂൾ പെട്ടെന്ന് അതിലൂടെ സൊല്യൂഷനിലേക്ക് എത്തുക ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെയായിരിക്കണം പ്രഷർ കൊടുക്കേണ്ടത്? ഇവിടെ പ്രഷർ ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിൽ നമ്മൾ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണ് എങ്കിൽ ഇവിടെ നമ്മൾ എവിടെയാണ് പ്രഷർ കൊടുക്കേണ്ടി വരിക? സൊല്യൂഷൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു പ്രഷർ കൊടുക്കേണ്ടി വരും. എന്തിന്? ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്ര പറഞ്ഞാൽ മതി, ഒരു ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എന്താ വരിക? ഇവിടെ എങ്ങനെയാണ് വരിക? ഇവിടെ ഏത് പൊസിഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക? സോൾവെൻറ്റ് ടു സൊല്യൂഷനാണ് ഇവിടെ ഓസ്മോസിസ് നടക്കുന്നത്. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ സൊല്യൂഷൻ്റെ സൈഡിൽ നമ്മൾ എക്സസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാലും ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് എമൗണ്ട് ഓഫ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി applied to the solution side to prevent osmosis. ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സസ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ സൈഡ് കിട്ടിയിട്ട് പറയാൻ അപ്പോൾ ഓർമ്മ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരു ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് പറയുന്നതാണ് സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്തായിരുന്നു ഓസ്മോട്ടിക് പ്രഷർ? ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. ദിസ് പ്രഷർ ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ദ ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി represented by pi. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ റെപ്രസെൻറ്റ് ചെയ്യുക പൈ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആയിരുന്നു. ദെൻ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ്. ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് ആയിരുന്നു. ഇവിടുത്തെ പറഞ്ഞ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്ന ടേമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് പറഞ്ഞത്? ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യൽ? സൊല്യൂഷൻ്റെ സൈഡിലാണ് അപ്ലൈ ചെയ്യൽ. അപ്പോൾ നമ്മൾ സോൾവെൻറ്റ് ടു സൊല്യൂഷനാണ് ഇവിടെ ഓസ്മോസിസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പ്രഷർ കൊടുക്കേണ്ടി വരിക. അതുകൊണ്ടാണ് നമ്മൾ സൊല്യൂഷൻ്റെ ഭാഗത്ത് എന്ത് കൊടുക്കുന്നത്? പ്രഷർ കൊടുക്കുന്നത്. ഇത് സിമ്പിൾ കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഓസ്മോസിസ് പറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞു. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടേം പൈ. പൈ എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യൽ. അപ്പോൾ നമ്മൾ ഓസ്മോസിസ്, ഒരു സ്ഥലത്ത് ഒരു ഓസ്മോസിസ് നടക്കുന്നുണ്ട് കരുതുക. അപ്പോൾ നമ്മൾ അവിടെ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ പ്രഷർ അവിടെ അപ്ലൈ ചെയ്യണത് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ആ പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടി എന്ന് കരുതുക.
ഇപ്പോൾ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിൽക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് അവിടെ ഓസ്മോസിസിന് വേണ്ട ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവുമല്ലോ, നിൽക്കാൻ വേണ്ടിയിട്ടൊരു പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രഷറിനേക്കാളും പ്രഷർ കൂടി എന്ന് കരുതാം. നമ്മൾ ഇവിടുന്ന് ഓസ്മോസിസ് നടക്കുന്നുണ്ട്, ആ ഓസ്മോസിസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കൊടുത്തു, അതിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ ആ പ്രഷർ കുറച്ചും കൂടി ഒന്ന് കൂടി, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷറിനേക്കാളും കൂടിയാൽ അവിടെ എന്ത് നടക്കുക, ഈ സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെൻറ്റിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ആ മൂവ്മെൻറ്റിനെ നമ്മൾ ഓസ്മോസിസിന് നേരെ റിവേഴ്സായി പറയുന്ന മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ എങ്ങനെയാണ്, സൊല്യൂഷൻ ടു സോൾവെൻ്റ് ആണ് സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്കിൽ ആ ഓസ്മോസിസിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ എപ്പോഴാണ് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുക, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്താലാണ് സൊല്യൂഷൻ സൈഡിൽ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ആ പ്രഷർ അപ്ലൈ ചെയ്താൽ സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെൻറ്റ് സൈഡിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് നടക്കും ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ആ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ആണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ടു സോൾവെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് റിവേഴ്സ് ഓസ്മോസിസ് എപ്പോഴാണ് നടക്കുക, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുക, റിവേഴ്സ് ഓസ്മോസിസ് നടക്കുക. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോസിസ് നിൽക്കാനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്, ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനല്ല, നമ്മൾ ഇവിടുന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്. നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ നമ്മളൊരു ബോൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്യുക മീൻസ് നമ്മൾ പന്ത് ജസ്റ്റ് ഒരു റണ്ണിന് മുട്ടിട്ടാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത് അപ്പുറത്തേക്ക് പോകില്ല. പക്ഷെ നമ്മളൊരു 6 അടിക്കാൻ വേണ്ടി നല്ല ദമ്മിലായിട്ട് പൊളിച്ച്, അപ്പോൾ ആ നല്ല ദമ്മിലങ്ങോട്ട് അടിക്കുമ്പോൾ അത് 6 ലൈനിൽ അപ്പുറത്ത് പോകും. അപ്പോൾ ഇവിടുന്ന് എറിഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കനത്തിലാണ് പോയത്. അത് കാരണം നമ്മൾ ദമ്മിൽ അടിച്ചത് കൊണ്ടാണ്, നമ്മൾ പ്രഷർ കൂട്ടി അടിച്ചത് കൊണ്ടാണ് ആ എറിഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പോയത്. അതേപോലെ തന്നെയാണ് ഇവിടെ, നമ്മൾ ജസ്റ്റ് ഒന്ന് മുട്ടുകയാണെങ്കിൽ നേരെ അയാളെ കൈക്ക് തന്നെ പോകുള്ളൂ. പക്ഷെ അതിൻ്റെക്കാട്ട് നമ്മൾ ദമ്മിൽ കനത്തിലടിച്ചാൽ, പ്രഷർ കൂട്ടി അടിച്ചാൽ അതിൻ്റെ നേരെ അപ്പുറം പോകും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് ടു സൊല്യൂഷനാണ്. അപ്പോൾ അത് നിൽക്കാൻ വേണ്ടിയിട്ട്, ആ മൂവ്മെൻറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ആ പ്രഷർ കൊടുക്കുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിട്ട് അപ്ലൈ ചെയ്താൽ ആ പ്രഷറിനെ പറയുന്ന ആ ഒരു അപ്ലൈ ചെയ്താൽ അവിടെ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂള് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റിൻ്റെ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടക്കും, സൊല്യൂഷൻ ടു സോൾവെൻറ്റ് നടക്കും. ആ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് ഏതിലാണ്, ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിലാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ഒരു പുതിയ കാര്യം, ചിലപ്പോൾ ഒരു പുതിയ കാര്യമായിരിക്കും, മുമ്പ് കേട്ടിട്ടുണ്ടോ അറിയില്ല. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുത്താൽ ആ ഡൈല്യൂട്ട് സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിനോട് ബിഹേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുത്താൽ ആ ഡൈല്യൂട്ട് സൊല്യൂഷൻ ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസിനെ പോലെ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ബിഹേവ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, PV = nRT എന്നാണ്. അപ്പോൾ P എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പോൾ ഇവിടുത്തെ കേസിലുണ്ടല്ലോ, പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഓസ്മോട്ടിക് പ്രഷറാണ്. ഇവിടെ ഓസ്മോസിസിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഇപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് ജസ്റ്റ് പറഞ്ഞതാണ്, അത് ഇതിലേക്ക് കൊടുക്കണ്ട, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ വരെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഓസ്മോസിസ് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്താണ്, ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ടൈം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പൈ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ PV = nRT എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ പീൻ്റെ പൊസിഷനിൽ ഇവിടെ ഐഡിയൽ ഗ്യാസ് പോലെ ഈ ഡൈല്യൂട്ട് സൊല്യൂഷൻ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ആ പീൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, പൈ അപ്ലൈ ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കൊടുന്ന പൈ വി സീക്വൽ ടു എൻ ആർ ടി. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഡൈലൂട്ട് സൊല്യൂഷൻ ബിഹേവ് ലൈക്ക് എൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിനെ പോലെ ഡൈലൂട്ട് സൊല്യൂഷൻ ബിഹേവ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് പി വി സീക്വൽ ടു എൻ ആർ ടി എന്നുള്ളത് പൈ വി സീക്വൽ ടു എൻ ആർ ടി എന്ന് എഴുതിയത്. നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ കാണേണ്ടത്. ഇവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ പൈനെ വെച്ച് മാത്രമാക്കിയിട്ടുള്ളൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പൈ സീക്വൽ ടു, ആ വി പുറത്തേക്കിട്ട് പോയാൽ എങ്ങനെ എഴുതുക? പൈ സീക്വൽ ടു എൻ ബൈ വി ഇൻറ്റു ആർ ടി എന്ന് പറയാം. ഈ ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. കാരണം ഡൈലൂട്ട് സൊല്യൂഷനിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടാണ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒന്ന് ബിഹേവ് ചെയ്താൽ തന്നെ ആ സൊല്യൂഷൻ ഒന്നായിട്ട് അങ്ങനെ പറയുക ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയണ്ട. എൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടും? പൈ ഈക്വൽ ടു എൻ ബൈ വി ആർ ടി എന്നാണ് കിട്ടുക. അപ്പോൾ അവിടുത്തെ എൻ ബൈ വി എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, മൊളാരിറ്റിയാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് മൊളാരിറ്റി പറയാൻ കാരണം എന്ന്. അപ്പോൾ നമുക്കറിയാം എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഡബ്ല്യു ബി ബൈ എം ബി എന്നാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇത് വരിക. ദെൻ വി എന്ന് പറയുന്നത് വോളിയമാണ്. നമുക്കറിയാം മൊളാരിറ്റീൻ്റെ ഇക്വേഷൻ എന്താ? ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയമാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ 1000നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കാരണം നമ്മൾ എന്താ പറയുക, ഇവിടെ വോളിയം എടുക്കേണ്ടതിനനുസരിച്ച് ആ 1000 ഇക്വേഷനിൽ മാറും. അപ്പോൾ എൻ ബൈ വി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പൈ ഈക്വൽ ടു എൻ ബൈ വി ആർ ടി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? പൈ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആർ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം മൊളാരിറ്റി എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൊളാരിറ്റി എന്ന് നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് നമ്മൾ പറഞ്ഞത്? കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസുകളാണ് മൊളാരിറ്റി ആണെങ്കിലും നോർമാലിറ്റി ആണെങ്കിലും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പൈ ഈക്വൽ ടു സി ആർ ടി എന്ന് പറയാം. ആ സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. സോ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് പൈ ഈക്വൽ ടു സി ആർ ടി. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് സി ഇൻറ്റു ആർ ടി ആണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഈക്വൽ ടു സി ആർ ടി എന്നാണ്. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ജസ്റ്റ് ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ, ഓസ്മോസിസ് എന്ന് പറയുന്നത് സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. എവിടെ നിന്ന് എവിടേക്കാണ്? സോൾവെൻറ്റ് ടു സൊല്യൂഷനിലേക്കാണ്. ഏതിലൂടെ? ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ആ ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടിയത്? പൈ ഈക്വൽ ടു സി ആർ ടി. എന്തുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്തത്? ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡൈലൂട്ട് സൊല്യൂഷൻ ബിഹേവ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. സോ പൈ വി ഈക്വൽ ടു എൻ ആർ ടി. ദാറ്റ് മീൻസ് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ളിടത്ത് പി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രഷർ ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ പൈ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പൈ വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് എഴുതാം. ദെൻ പൈ ഈക്വൽ ടു എൻ ബൈ വി ആർ ടി എന്ന് എഴുതാം. എൻ ബൈ വി എന്ന് പറയുന്നത് മൊളാരിറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ഈക്വൽ ടു സി ആർ ടി എന്ന് പറയാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഫസ്റ്റ് പറഞ്ഞ 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും നമ്മൾ അവസാനമായിട്ട് കണ്ടത് എന്തായിരുന്നു? അവിടുത്തെ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിലും നമ്മൾ ലാസ്റ്റ് പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്? എന്ത് കാണേണ്ടതുണ്ട്? സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസിനുള്ള ഒരു എക്സ്പ്രഷൻ കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പൈൻ്റെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പൈ ഈക്വൽ ടു സി ആർ ടി ആയിരുന്നു. നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണേണ്ടത്. അപ്പോൾ പൈ ഈക്വൽ ടു സി ആർ ടി ആണെന്നറിയാം. അപ്പോൾ അവിടെ സി എന്ന് പറയുന്നത് എന്താണ്? ആ സൊല്യൂഷൻ്റെ
കോൺസെൻട്രേഷൻ ആണെന്ന് പറയാം. അപ്പോൾ അവിടെ എങ്ങനെ വരിക, സി ഈക്വൽ ടു എൻ ബൈ വി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെ വരിക, പൈ ഈക്വൽ ടു സി ആർ ടി വിൽ ബിക്കം പൈ ഈക്വൽ ടു എൻ ബൈ വി ആർ ടി എന്ന് വരും. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. ഇവിടുത്തെ കേസിൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ആ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാണാം, നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണുക, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മൊളിക്കുലർ മാസ് ആണ് നമ്പർ ഓഫ് മോൾ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സൊല്യൂട്ടിൻ്റെ കേസിലാകുമ്പോൾ എങ്ങനെയാണ് വരിക, WB/MB എന്നാണ് എന്നിൻ്റെ വാല്യൂ വരിക. ആ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് എൻ, ആ എന്നിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരിക, പൈ ഈക്വൽ ടു WB/MB ഇൻറ്റു വി ഇൻറ്റു ആർ ടി എന്നാണ് ആ ഇക്വേഷനിൽ വരിക. അപ്പോൾ നമുക്കറിയാം അവിടെ നിന്ന് എം ബി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ എം ബിന് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൂടുന്ന പയ്യനെ ആ എം ബിയുടെ ആദ്യത്തെ പൊസിഷനിലേക്കും കൂടുന്നാൽ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക, എം ബി ഈസ് ഈക്വൽ ടു WB ഇൻറ്റു ആർ ടി ഡിവൈഡഡ് ബൈ പൈ ബി എന്നാണ് കിട്ടുക. അതാണ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം കണ്ട ജസ്റ്റ് ആ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ എം ബി എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസാണ്. WB എന്ന് പറയുന്നത് ആ സൊല്യൂട്ടിൻ്റെ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മാസാണ്, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ദെൻ ആർ എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നത് ടി റെപ്രസെൻറ്റഡ് ബൈ ടെമ്പറേച്ചർ. പൈ എന്ന് പറയുന്നത് എന്താണ്, പൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ. പൈ മീൻസ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് വി എന്ന് പറയുന്നത് എന്താണ്, വോളിയമാണ്. ആ സൊല്യൂഷൻ്റെ വോളിയത്തിനെയാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടി, എം ബി ഈക്വൽ ടു WBRT ഡിവൈഡഡ് ബൈ പൈ വി എന്നാണ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ദെൻ രണ്ടാമത്തേതെന്ന് പറഞ്ഞത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ദെൻ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഏതാണെന്ന് പറഞ്ഞത് ഓസ്മോട്ടിക് പ്രഷർ. ആ 4 കേസിലും നമ്മൾ അവിടുത്തെ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഒരു എക്സ്പ്രഷനും കണ്ടു. നമുക്കൊരു ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതൊരു എലമെൻ്റ് ആവട്ടെ മോളിക്യൂളാവട്ടെ എന്തായാലും ഏത് മാറ്റർ എടുത്താലും ആ ഏതൊരു മോളിക്യൂളിനും മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. NaCl എടുത്താൽ 40 Cl എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്താൽ 36.5 ആണ്. അങ്ങനെ ഏതൊരു വാല്യൂ എടുത്താലും NaCl 40 സോറി പറഞ്ഞെടുത്ത് മാറിയാണ്, NaOH ആണ് 40. then അതേപോലെ ഏതൊരു എലമെൻ്റ് എടുക്കട്ടെ, ഏതൊരു മോളിക്യൂൾ എടുക്കട്ടെ, ആ മോളിക്യൂളിനൊക്കെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും ഏതൊരു മോളിക്കുലാർ മാസിനും. പക്ഷേ നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞിടത്ത് ഏതൊരു സൊല്യൂട്ടിനും ഒരു മോളിക്കുലാർ മാസ് കാണാനുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടല്ലോ. ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടാൽ മോസ്റ്റ് ഓഫ് ദ കേസും എല്ലാ കേസിലും ഇല്ല, പല കേസിലും നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞിടത്ത് നമ്മൾ കണ്ട സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടാൽ പല കേസിലും അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആ സൊല്യൂട്ടിൻ്റെ ഒറിജിനൽ മോളിക്കുലാർ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെറ്റായിട്ടാണ് വരിക. ഒറിജിനൽ മോളിക്കുലാർ മാസ് അല്ല, നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു തെറ്റായിട്ടുള്ള ആൻസറാണ് കിട്ടുക. കാരണം ഏതൊരു മോളിക്കുലാർ മാസിനും ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്, അത് ചേഞ്ച് ചെയ്യില്ല, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓരോ സബ്സ്റ്റൻസിനും ഡെഫിനിറ്റ് ആയിട്ടുള്ള മോളിക്കുലാർ മാസ് ഉണ്ട്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു തെറ്റായ ആൻസറാണ്.
അപ്പോൾ ആ തെറ്റായ ആൻസർ കിട്ടണ ആ ഒരു തെറ്റായിട്ട് റോങ് ആയിട്ട് കിട്ടുന്ന മോളിക്കുലാർ മാസ് ഉണ്ടല്ലോ, ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് തെറ്റായി കിട്ടുന്ന ഈ മോളിക്കുലാർ മാസിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ്. അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റോങ് മോളിക്കുലാർ മാസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ പഠിച്ച 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മോളിക്കുലാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും കിട്ടുക തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള മോളിക്കുലാർ മാസാണ്. ആ ഒരു മോളിക്കുലാർ മാസിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ്. അപ്പം അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്താണ്? ഇറ്റ് ഈസ് ദ റോങ് മോളിക്കുലാർ മാസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ആ തെറ്റായ റോങ് മോളിക്കുലാർ മാസിനെയാണ് എന്തെന്ന് പറയുന്നത്? അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ചില കേസിൽ ഇപ്പോൾ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് മോളിക്കുലാർ മാസ് കാണുമ്പോൾ ചില കേസിൽ നമ്മൾ നോർമൽ മോളിക്കുലാർ മാസിനേക്കാളും ചിലപ്പോൾ കൂടും, ചില കേസിൽ നോർമൽ മോളിക്കുലാർ മാസിനേക്കാളും കുറയാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടാൻ കാരണം എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഇവിടെ ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അബ്നോർമാലിറ്റി ഫോം ചെയ്യാൻ കാരണം ദ അബ്നോർമൽ മോളിക്കുലാർ മാസ് ഇസ് ഡ്യൂ ടു ദ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. നമുക്കൊരു സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ അസോസിയേഷനോ ഡിസോസിയേഷനും കാരണമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു അബ്നോർമാലിറ്റി, മോളിക്കുലാർ മാസിൽ ഒരു അബ്നോർമാലിറ്റി ഫോം ചെയ്യാൻ കാരണം. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെക്സ്റ്റിൽ ആ എക്സാമ്പിൾ ചിലപ്പോൾ ഉണ്ടാവുള്ളേ. ഇത് വേറെ എക്സാമ്പിൾ എടുത്ത് നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു വാട്ടറിലേക്ക് നമ്മളൊരു സാൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണ്. ആ സാൾട്ട് സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇവിടുത്തെ സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. ആ വാട്ടറിലേക്ക് സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? NaCl ആണ്. അപ്പോൾ ആ NaCl ഞാൻ ആ വാട്ടറിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം NaCl എന്ന് പറയുന്നത് എങ്ങനത്തെ അയോണിക് ബോണ്ടാണ് Na+ഉം Cl- തമ്മിലുള്ളത്. അപ്പോൾ വാട്ടറിലേക്ക് ഇടുമ്പോൾ അവർക്ക് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? Na+ഉം Cl- ഡിസോസിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകും. അപ്പോൾ വാട്ടറിലെത്തുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രീ ആയിട്ട് Na+ഉം Cl- മാറും. ഓക്കെ, അപ്പോൾ Na+ഉം Cl- ആയിട്ട് മാറും. നമ്മൾ ആഡ് ചെയ്യണത് ഏതാണ്? NaCl. 1 മോൾ NaCl ആണ് ഞാൻ ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. ദെൻ അവിടേക്ക് എത്തുമ്പോൾ അത് Na+ഉം Cl- ആയിട്ട് മാറി ആ സൊല്യൂഷനിൽ. പിന്നെ നമ്മൾ ആ സൊല്യൂഷൻ്റെ ആ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് നോക്കുമ്പോൾ എത്രയായി? 2. നമുക്ക് എങ്ങനെ മനസ്സിലാവും? 2 മോളാണെന്നാണ് നമുക്ക് തോന്നുക. കാരണം എന്തായാലും ഇപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടി. ഒരു NaCl എന്ന് പറയുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളാണ് നമ്മൾ ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. പക്ഷേ ഇവിടെ കിട്ടുന്നത് നമുക്ക് എന്താണ്? Na+ എന്ന് പറയുന്ന 1 മോൾ Na+ഉം കിട്ടും, 1 മോൾ Cl- കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുക എന്താ? 2 മോൾ എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് NaCl എന്ന് പറയുന്നത് 1 മോൾ NaCl ആണ്. അപ്പോൾ 1 മോൾ NaCl അതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മൾ കറക്റ്റ് NaCl നമ്മൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബോയിലിംഗ് പോയിൻ്റ് കറക്റ്റ് ആക്കാൻ. പക്ഷേ നമ്മൾ 2 മോളാണെന്ന് കരുതുമ്പോൾ ആ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ∆Tbയുടെ വാല്യൂ എന്താ പറയുക? അവിടെ ഒരു ചേഞ്ച് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ചേഞ്ചൊക്കെ വന്ന് നമ്മൾ ആ 2 മോൾസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മോളിക്കുലാർ മാസ് കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ മോളിക്കുലാർ മാസിനേക്കാളും കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം ∆Tb വെച്ചിട്ട് നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ നമ്മൾ MB എങ്ങനെ കണ്ടിരുന്നത്? MB = Kb × WB × 1000 ഡിവൈഡഡ് ബൈ ∆Tb × ∆A ആണ്. അപ്പോൾ ∆Tb എന്ന് പറയുന്നത് എന്തായിരുന്നു? Tb - T0b ആയിരുന്നു. T0b ആയിരുന്നു ഇക്വേഷനിൽ ഉണ്ടായിരുന്ന ∆Tb. അവിടുത്തെ ആ ∆Tbയുടെ വാല്യൂ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 1 മോൾ ഇടുമ്പോൾ 2 മോൾ ഇടുമ്പോൾ മാറ്റം ഉണ്ടാവും. NaClൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മാറ്റമാണ്. അപ്പോൾ Na+ഉം Cl- ആകുമ്പോൾ അതിന് അവിടെ ബോണ്ട് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ്
രണ്ടെണ്ണത്തിനൂടെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടാനോ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എം ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ വാല്യൂവിനേക്കാളും കുറയാനുള്ള പോസിബിലിറ്റിയാണ് ഇൻ ദ കേസ് ഓഫ് ഡിസോസിയേഷൻ്റെ കേസിൽ എം ബിയുടെ വാല്യൂ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അസോസിയേഷൻ്റെ കേസ് നോക്കുകയാണ്. ഇപ്പോൾ എം ബിയുടെ വാല്യൂ കുറയാൻ കാരണം ഡിസോസിയേഷൻ നടക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം കൂടും. നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഡെൽറ്റ ടി ബിയിൽ വ്യത്യാസം വരും. ഡെൽറ്റ ടി ബി വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമ്മളെ മോളിക്കുലാർ മാസ് മാറുന്നത്. ഓക്കെ, ദെൻ പിന്നത്തെ ഒരു കേസാണ് അസോസിയേഷനോ ഡിസോസിയേഷൻ കാരണമായിട്ടാണ് നമുക്ക് അബ്നോർമൽ മോളിക്കുലാർ മാസ് കിട്ടാനുള്ള കാരണം. അപ്പോൾ ഡിസോസിയേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അസോസിയേഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എത്തനോയിക് ആസിഡും ബെൻസീനും ഉള്ള ഒരു സൊല്യൂഷനാണ് എടുക്കുന്നത്. ഇപ്പോൾ എത്തനോയിക് ആസിഡ് ദാറ്റ് മീൻസ് അസറ്റിക് ആസിഡ് ഞാൻ 2 അസറ്റിക് ആസിഡാണ് നമ്മൾ ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തതെന്ന് കരുതുക. ആ സൊല്യൂഷനിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ബെൻസീൻ ദ അസറ്റിക് ആസിഡ് അണ്ടർഗോ ഡൈമറൈസേഷൻ. ഇപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഓർഗാനിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഇനി മുമ്പ് ചെറിയ ക്ലാസ്സിൽ +1 കറക്റ്റ് പഠിച്ചിട്ടുണ്ടോ ഒക്കെ അറിയില്ല, പക്ഷെ ഇനി ഏതായാലും പഠിക്കാനുണ്ട്. അപ്പോൾ ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂള് ഒരേപോലുള്ള ഇപ്പോൾ 2 മോളിക്യൂൾ അസറ്റിക് ആസിഡ് അതിലുണ്ടല്ലോ, ആ 2 മോളിക്യൂൾ കൂടി ചേർന്നിട്ട് ഒറ്റ മോളിക്യൂളായിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന കേസാണ്. അവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ 2ഉം കൂടി കണക്ട് ചെയ്തിട്ടൊരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാവും. ആ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ്, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡൈമറൈസേഷൻ. അപ്പോൾ ആ 2 ഉള്ളത് എന്തായി, ഇപ്പോൾ ഒറ്റ കോമ്പൗണ്ടായി. അപ്പോൾ ഒറ്റ കോമ്പൗണ്ട് ആകുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ആ ഡെൽറ്റ ടി ബിയിലോ ഡെൽറ്റ ടി എഫിലോ ചേഞ്ച് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബോയിലിംഗ് പോയിന്റിലും മാറാതെ അതേപോലത്തെ വേപ്പർ പ്രഷറിലും ചേഞ്ച് വരാം. അതേപോലെ തന്നെ എന്തിലും ചേഞ്ച് വരാം, ഈ പറഞ്ഞ 4 കൊളിഗേറ്റീവിലും ചേഞ്ച് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ കേസിലാകുമ്പോൾ എന്താണ്, ഒറ്റന്നായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി ബിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മളെ എം ബി എന്ന് പറയുന്നത് എന്താ ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പോൾ അസോസിയേഷൻ്റെ കേസിൽ നമ്മളെ മോളിക്കുലാർ മാസ് എക്സ്പെക്റ്റ് ചെയ്യണ കറക്റ്റ് ആ ഒറിജിനൽ മോളിക്കുലാർ മാസിനേക്കാളും കൂടാനും, ഡിസോസിയേഷൻ്റെ കേസാകുമ്പോൾ എം ബി എന്ന് പറയുന്നത് കുറയാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് അബ്നോർമൽ ഇപ്പോൾ എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അബ്നോർമൽ മോളിക്കുലാർ മാസ് കാണിക്കാൻ കാരണം എന്താ, സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ അസോസിയേഷനോ ഡിസോസിയേഷനോ ഫലമായിട്ടാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു NaCl ആണ്, Na+Cl- ഡിസോസിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവിടെ ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പറയുന്ന പേരാണ് വാൻ ഹോഫ് ഫാക്ടർ. നമ്മൾ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് വാൻ ഹോഫ് ഫാക്ടർ. അപ്പോൾ എന്ത് പറയുക, അബ്നോർമൽ മോളിക്കുലാർ മാസ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് വാൻ ഹോഫ് ഫാക്ടർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, ഈ ഐ എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, ഈ വാൻ ഹോഫ് ഫാക്ടറിനെ നമ്മൾ എം ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടണ ആൻസർ ആയിരിക്കും ഒറിജിനൽ മോളിക്കുലാർ മാസ്. അതായത് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടൊരു മോളിക്കുലാർ മാസ് കിട്ടുമല്ലോ, ദാറ്റ് മീൻസ് അബ്നോർമൽ മോളിക്കുലാർ മാസ് കിട്ടും. ആ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ നമ്മളെ ഈ ഐ എന്ന് പറയുന്ന ടേം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് നോർമൽ മോളിക്കുലാർ മാസ് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐ ആദ്യം കാണുക എന്ന് നോക്കണ്ടേ. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I= ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഐ എന്ന് പറയുന്നത് നമുക്കൊരു NaClൻ്റെ കേസ് എടുത്താണ് നമുക്ക് പറയാം. NaCl സോൾവെൻറ്റിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് അത്
എത്ര മോൾസാണ്? 1 മോളാണ്. NaCl എന്ന് പറയുന്നത് 1 മോളാണ്. അപ്പോൾ അതിൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഡിസോസിയേഷൻ സംഭവിക്കും. ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ എത്ര മോളാവുക എന്ന് പറഞ്ഞാൽ Na+1 മോളും Cl- വേറൊരു മോളും ആവുക. അപ്പോൾ 2 മോളാണ് ആവുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ I എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ. ആഫ്റ്റർ ഡിസോസിയേഷൻ ആകുമ്പോൾ ഇവിടുത്തെ കേസിൽ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ പിന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ടതിന് മുമ്പ് സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 1 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2/1 എന്താ പറയുക? 2 ആണ് വരിക ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അസോസിയേഷൻ്റെ കേസിൽ, ഡിസോസിയേഷൻ്റെ കേസിലാണെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ആ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം തന്നെയാണ്, എണ്ണമാണ് ഈ I എന്ന് പറയുന്നത്. That is, in the case of complete dissociation, I is equal to number of ions given by complete dissociation of one molecule of that compound. ഒരു മോളിക്യൂൾ കോമ്പൗണ്ടിൻ്റെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെയാണ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ്റെ കേസിൽ I എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ I എന്ന് പറയുന്ന ടേം അങ്ങനെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ചെയ്താൽ മതി. നോർമൽ മോളിക്കുലാർ മാസിനെ അബ്നോർമൽ മോളിക്കുലാർ മാസ് കൊണ്ട് കിട്ടുന്ന ആൻസറിനെ I എന്ന് പറയാം. അപ്പോൾ I എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ആദ്യത്തെ പറഞ്ഞ ഇക്വേഷനാണ് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. I എന്ന് പറയുന്നത് ടോട്ടൽ കമ്പോണൻറ്റ് I എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. നമ്മൾ സോൾവെൻറ്റിലേക്ക് ഇട്ടത് ഡിവൈഡഡിൻ്റെ മുകളിലും സോൾവെൻറ്റിലേക്ക് ഇടേണ്ടതിന് മുമ്പുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് താഴത്തും വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? I എന്ന് പറയുന്ന വാൻ ഹോഫ് ഫാക്ടറാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഈസ് ഈക്വൽ ടു വാൻ ഹോഫ് ഫാക്ടർ റെപ്രസെൻറ്റഡ് ബൈ ടേം I. അപ്പോൾ അങ്ങനെ ഒരു വാൻ ഹോഫ് ഫാക്ടർ കിട്ടിയാലോ, ആ വാൻ ഹോഫ് ഫാക്ടറാണ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ അബ്നോർമൽ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ആൻസറാണ് നമ്മളെ ഒറിജിനൽ മോളിക്കുലാർ മാസ്. അപ്പോൾ ഒറിജിനൽ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു അബ്നോർമൽ മോളിക്കുലാർ മാസ്. അപ്പോൾ അതിന് തന്നെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. I ഇസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ കണ്ട എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ ഇക്വേഷനിൽ നമുക്ക് ആദ്യം തന്നെ Iയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ എഴുതാണ്. എങ്ങനെ എഴുതാമെന്നും കൂടിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് എന്തായിരുന്നു? റിലേറ്റീവ് ലോവറിങ്. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്? ഡെൽറ്റ P ബൈ P0. അപ്പോൾ ഡെൽറ്റ P ബൈ P0 ഇസ് ഈക്വൽ ടു എന്താ വരിക? ഡെൽറ്റ P ബൈ P0 ഇസ് ഈക്വൽ ടു I ഇൻറ്റു XP. ഓക്കെ, ദെൻ ഡെൽറ്റ TB, ദാറ്റ് മീൻസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ എന്താണ്, എങ്ങനെ ഇക്വേഷൻ വരിക? ഡെൽറ്റ TB ഇസ് ഈക്വൽ ടു I ഇൻറ്റു വാൻ ഹോഫ് ഫാക്ടർ ഇൻറ്റു KB ഇൻറ്റു M. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. ഡെൽറ്റ TFൻ്റെ കേസിലോ I ഇൻറ്റു KFM എന്നാണ് വരിക. ദെൻ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിൽ CRT എന്നുള്ളത് എന്താ വരും? ICRT എന്നാണ് വരിക. അപ്പോൾ നമ്മൾ സാധാ ഇക്വേഷനിൽ I എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തിനാണ് വാൻ ഹോഫ് ഫാക്ടർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു ബോക്സ് കാണാം. ആ ബോക്സിൽ ഒരുവിധം 3-4 സോൾവെൻറ്റിൻ്റെ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂസ് പറയുന്നുണ്ട്. ഇപ്പോൾ NaCl നമ്മൾ പറഞ്ഞു വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ എത്ര വരിക? 2 വരിക. അതേപോലെ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ വാൻ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അത് നോക്കണേ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് വാൻ ഹോഫ് ഫാക്ടർ. അപ്പോൾ എന്തായിരുന്നു അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കിട്ടുന്ന
മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് റോങ് ആയിരിക്കും. ആ റോങ് മോളിക്കുലാർ മാസിനെയാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്, എന്തുകൊണ്ടാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് അറൈസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് സോൾവെൻറ്റ് പാർട്ടിക്കിൾ. സോൾവെൻറ്റ് പാർട്ടിക്കിളിൻ്റെ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഫലമായിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഈ അബ്നോർമൽ മോളിക്കുലാർ മാസ് കാണിക്കുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം, ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ ആ മോളിക്കുലാർ മാസ് കാണേണ്ട ഇക്വേഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് പറയുക, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ എന്ത് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ എന്നും പറയാം. ഓക്കെ, ദെൻ ആ ഇക്വേഷൻ നമ്മളെല്ലാ കണ്ട കോളിഗേറ്റീവ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലൊക്കെ എല്ലാ ഇക്വേഷനിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, ഐ എന്ന് പറഞ്ഞ വാൻ ഹോ ഫാക്ടർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒരു മോളിക്കുലാർ മാസ് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അവസാനത്തെ ഒരു പോർഷനും കൂടി മാത്രമേ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതെന്ന് വെച്ചാൽ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 സൊല്യൂഷൻ എടുത്താൽ ആ 2 സൊല്യൂഷനിലും ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ആ സൊല്യൂഷനെ പറയുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ദാറ്റ് ഈസ് ദ സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഈസ് കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് എന്ത്, ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ സെയിം ഇപ്പോൾ ഒരു സൊല്യൂഷനെ 1 എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്തു, വേറെ സൊല്യൂഷനെ 2 എന്ന് പറയുന്നു റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഈ 2 സൊല്യൂഷന് ഐസോട്ടോണിക് സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ, ആ 1 എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറും 2 എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറും എന്ന് പറയുന്നത് ഈക്വൽ ആണ്. π1 is equal to π2 എന്ന് പറയുന്ന കണ്ടീഷൻ ഒബേ ചെയ്താലാണ് ആ സൊല്യൂഷന് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ solutions having which are the solutions having same osmotic pressure. സെയിം ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഒരു സൊല്യൂഷന് 1 എന്നും മറ്റൊരു സൊല്യൂഷൻ 2 എടുത്താൽ നമുക്ക് എന്ത് പറയാം, π1 is equal to π2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ π1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, C1RT ആയിരിക്കും. ദെൻ π2 എന്ന് പറയുന്നത് C2RT ആയിരിക്കും. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഒന്നാമതെടുത്ത സൊല്യൂഷനിൽ ചിലപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാവും കുറവാകും കമ്പയർഡ് ടു അതർ വൺ. സോ അപ്പോൾ π1 എന്ന് പറയുന്നത് C1RTയും π2 എന്ന് പറയുന്നത് C2RTയും ആണ്. അപ്പോൾ നമ്മൾ ആ 2 ഇക്വേറ്റ് ചെയ്യുക, ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആകുമ്പോൾ ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക്, വി ക്യാൻ ഇക്വേറ്റ് ദ 2 ഓസ്മോട്ടിക് പ്രഷർ വാല്യൂസ്. അപ്പോൾ C1RT is equal to C2RT എന്ന് വരും. ദെൻ ആറും ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേമുകളാണ്. സോ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, C1 is equal to C2 എന്നാ കിട്ടുക. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ എന്താണ്, C1 എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, N1 ഡിവൈഡഡ് ബൈ V1 എന്ന് എഴുതാം. അപ്പോൾ C2 എന്ന് പറയുന്നത് N2 V2 എന്ന് എഴുതാം. എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക, W1 ഡിവൈഡഡ് ബൈ M1 ഇൻറ്റു V1 is equal to W2 ഇൻറ്റു M2 ഇൻറ്റു V2. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻ്റെ വോളിയങ്ങളോ മോളിക്കുലാർ മാസോ കാണാനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഐസോട്ടോണിക്കിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഈ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, നമ്മൾ ആ കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. π1 is equal to π2 എന്നുള്ള ആ ഒരു കാര്യം ഓർത്താൽ തന്നെ ആ ഇക്വേഷൻ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാനുള്ളൂ, 2 സ്റ്റെപ്പ് കൊണ്ട് ഡിറൈവ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ രണ്ടും ഈക്വൽ ആയിട്ടുള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് എന്ത്, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് ക്ലിയർ ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുത്ത കാര്യങ്ങൾ ഇനി ടെക്സ്റ്റിലുള്ള എന്തെങ്കിലും ഇനി പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളെ അറിയിച്ചാൽ നമുക്കതൊന്നുകൂടി എടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ടെക്സ്റ്റ് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എവിടെയെങ്കിലും മേ ബി
വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് അത് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും കൂടി ക്ലാസ് എടുത്തു തരാൻ പറ്റുള്ളൂ. എല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി മേ ബി എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ. ഇനി ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നോർമാലിറ്റി ഒന്നും ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യമായിരുന്നു. എന്നാലും നമ്മൾ പറഞ്ഞത് നമുക്ക് ഇനി ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോർമാലിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തായിരുന്നു കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഏതിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു? ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ എങ്ങനെയാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിനെ ഡിഫൈൻ ചെയ്തിരുന്നത്? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഡൈലൂട്ട് സൊല്യൂഷൻ ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ എ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഈസ് കോൾഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ഡിഫറെൻറ്റ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമ്മൾ പറഞ്ഞത്. ദേ ആർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ദെൻ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ദെൻ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ദെൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ പേരിൽ തന്നെ മനസ്സിലാക്കിയ എന്താണ്? വേപ്പർ പ്രഷറിൻ്റെ ലോവറിംഗ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ നമുക്കൊരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിന് എന്താ ചേഞ്ച് വരിക? ഡിക്രീസ് ചെയ്യും. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു മോസ്റ്റ് ഓഫ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു സോൾവെൻറ്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സോൾവെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ആ ഡിക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് അല്ല, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ വേപ്പർ പ്രഷറിനുള്ള ഡിക്രീസിനെ പറയുന്ന ആ ഫിനോമിനക്ക് പറയുന്ന പേരാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ദെൻ അവിടെ നമ്മൾ റോഡ്സ് ലോ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ പി ഈക്വൽ പി നോട്ട് എ ഇൻറ്റു എക്സ് പി എന്നാണ്. പി നോട്ട് എ ഇൻറ്റു എക്സ് പി ആണ്, അത് മാറാൻ പാടില്ല, എക്സ് പി ആണ്. ദെൻ ആ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സോൾവെൻറ്റിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പി നോട്ട് എ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ വാല്യൂ ആണ്, എക്സ് ബി എന്ന് പറയുന്നതാണ് സൊല്യൂട്ടിൻ്റെ വാല്യൂ. ആ സോൾവെൻറ്റിൻ്റെ വാല്യൂവിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഡെൽറ്റ പി എന്ന് പറയുന്നത് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആവില്ല. ഡെൽറ്റ പി മീൻസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സോ നമുക്ക് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആയത് ഏതാണ്? റിലേറ്റീവ് ലോവറിംഗ് ആണ്. അപ്പോൾ എക്സ് പി ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ ടേമിനെ മാത്രം അവിടെ നിർത്തിയിട്ട് സോൾവെൻറ്റ് പാർട്ടിക്കിളിനെ വേറെ സൈഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു എക്സ് ബി എന്നാണ് കിട്ടുക. ആ ഡെൽറ്റ പി ബൈ പി നോട്ട് എനെ പറയുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്തുകൊണ്ടാണ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആവാത്തത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആവില്ല. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആവണമെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ പക്ഷേ ഇവിടുത്തെ കേസിൽ സോൾവെൻറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ബട്ട് റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുന്നത് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ദെൻ പിന്നെ പിന്നെ കണ്ടത് എന്താണ്? മോളിക്കുലാർ മാസ് കാണാനുള്ള ഒരു ഇക്വേഷനാണ്. ഇവിടുത്തെ കേസിൽ നമ്മളെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് പിനെ നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിൽ എഴുതുന്നു. ദെൻ അവിടെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടതുണ്ട്. എൻ ബി എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ, നമ്മൾ എൻ എനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ ബി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ വി ക്യാൻ നെഗ്ലെക്റ്റ് ദ വാല്യൂ ഓഫ് എം ബി. ദെൻ വി ഗെറ്റ് എം ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു എം ബി ഇൻറ്റു പി നോട്ട് എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു ഡെൽറ്റ പി. ആ ഒരു ഡെറിവേഷനും ജസ്റ്റ് നോക്കി വെക്കണേ.
നമ്മൾ ആ സ്റ്റാർട്ടിങ് കിട്ടിയാൽ തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടാനുള്ള MB നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ ഇക്വേഷൻ നമുക്ക് സിമ്പിളാക്കി എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ MB എന്ന് പറയുന്നത് എന്താണ്? നമ്പർ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ എന്താ ഇവിടുത്തെ കേസിൽ? WB ഇൻറ്റു MAP ഇൻറ്റു P0A ഡിവൈഡഡ് ബൈ WA ഇൻറ്റു ഡെൽറ്റ P ആണ് ഇവിടുത്തെ കേസിൽ MBയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ അത്ര പഠിക്കാനുള്ളൂ. ദെൻ പിന്നെ രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതുണ്ട് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സൊല്യൂവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഒന്ന് കുറയും. അപ്പോൾ വേപ്പർ പ്രഷർ കുറയുമ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ടു ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ്. അവിടെ ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ആ ഒരു ഫിനോമിനയാണ്, ആ ഒരു ഇൻക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ P എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ TB. ദസ് ഡെൽറ്റ TB is equal to നമുക്ക് ഗ്രാഫിൽ നിന്ന് എന്താ കിട്ടുക? ഡെൽറ്റ TB is equal to TB മൈനസ് T0B എന്നാണ് കിട്ടുക. അതേപോലെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇൻ ടേംസ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിൽ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ വിച്ച് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ഈസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഡെൽറ്റ TB is equal to TB മൈനസ് T0B എന്നാണ് കിട്ടുക. ദെൻ അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ TB എന്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവും? NBയോട്. NB മീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ദെൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ TB is equal to ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇക്വേഷൻ ഈസ് ഡെൽറ്റ TB is equal to KB ഇൻറ്റു M. അപ്പം M എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ മൊളാലിറ്റിയാണ്, സ്മാൾ m ആണ്. ഡെൽറ്റ TB is equal to KB ഇൻറ്റു M. ആ കോൺസ്റ്റൻറ്റ് KBനെ പറയുന്ന പേരായിരുന്നു എന്ത്? മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ഇവിടുന്ന് കേസിൽ ചോദിക്കുക വാട്ട് ഈസ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക? ആ ഇക്വേഷനിൽ നിന്ന് പറയാം M 1 ആക്കുമ്പോൾ M എന്ന് പറയുന്നത് മോളാൽ ഒരു സൊല്യൂഷൻ്റെ മോളാൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 ആക്കുക. അപ്പോൾ 1 മോളാൽ കോൺസെൻട്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ KB is defined as the elevation of boiling point produced by 1 മോളാൽ സൊല്യൂഷൻ. ദെൻ ഇവിടെ നമ്മൾ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡെറൈവ് ചെയ്യുക? ഡെൽറ്റ DB is equal to KB ഇൻറ്റു M ആണല്ലോ. ആ എമ്മിന് അവിടെ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് MBയെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ MB is equal to ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും? KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA ആണ്. ദെൻ മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ അവിടുത്തെ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ആ ഒരു ഫിനോമിന, ആ ഡിക്രീസിനെയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ TF. ഈ പറഞ്ഞതൊക്കെ ആ ഒരു ജസ്റ്റ് ആ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ പേര് പഠിച്ചാൽ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാനും കഴിയേണ്ടതാണ്. അതിൻ്റെ സൊല്യൂഷനൊക്കെ പറയാൻ കഴിയുന്നത്. ദെൻ നമുക്ക് ഡെൽറ്റ TF എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? T0F മൈനസ് TF. മറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എലിവേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഡിപ്രഷൻ്റെ കേസിൽ വരിക. ദെൻ ഡെൽറ്റ TF എന്താ കിട്ടുക? KF ഇൻറ്റു M. ദെൻ KB ഡിഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ KFന് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് മോളിക്കുലാർ മാസ് അവിടെ KB എന്നുള്ളിടത്ത് ഇവിടെ KF ആക്കുക. അവിടെ ഡെൽറ്റ TB എന്നുള്ളിടത്ത് ഡെൽറ്റ TF ആക്കുക. അതേപോലെ തന്നെ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ എക്സ്പ്രഷനും നമുക്കിവിടെ കിട്ടേണ്ടതാണ്. ദെൻ പിന്നെ ഫോർത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന് മുമ്പ് നമ്മൾ നോക്കേണ്ട കാര്യം എന്തായിരുന്നു? ഓസ്മോസിസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ്. എവിടെ നിന്ന് എവിടേക്കാണ്? സോൾവെൻറ്റ് ടു സൊല്യൂഷൻ സൈഡിലേക്കുള്ള സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ് ത്രൂ എ സെമി പെർമിയബിൾ
മെമ്പറൈൻ. സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെയുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. ദെൻ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓസ്മോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. വെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയാൽ എന്താ സംഭവിക്കുക, അവിടെ സൊല്യൂഷൻ ടു സോൾവെൻറ്റിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരായിരുന്നു റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, കിട്ടിയോ? ദെൻ അവിടെ ഈ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പൈ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇക്വേഷൻ എന്താ കിട്ടുക, പൈ ഈക്വൽ ടു CRT എന്നാണ് കിട്ടുക. ദെൻ അവിടെ പൈ ഈക്വൽ ടു N/V RT എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അവിടെ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടും. അപ്പോൾ എന്താ വരിക, MB ഈക്വൽ ടു WB RT ഇൻറ്റു πV എന്നാണ് നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ഇക്വേഷൻ കിട്ടുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, അബ്നോർമൽ മോളിക്കുലാർ മാസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അബ്നോർമൽ മോളിക്കുലാർ മാസ്, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ആ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ്. ദാറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോട്ട് മാറിക്കണേ. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഇറ്റ് ഈസ് ദ റോങ് മോളിക്കുലാർ മാസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി വഴി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന തെറ്റായിട്ടുള്ള മോളിക്കുലാർ മാസിന് പറയുന്ന പേരാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അബ്നോർമാലിറ്റി ഫോം ചെയ്യാനുള്ള കാരണം, അവിടെ സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ ഡിസോസിയേഷനോ ഓർ അസോസിയേഷനോ കാരണമായിട്ടാണ് ഇവിടെ അബ്നോർമൽ മോളിക്കുലാർ മാസ് ഫോം ചെയ്യാനുള്ള കാരണം. ആ തെറ്റുണ്ടാവാൻ കാരണം അതാണ്. ദെൻ പിന്നെ പറഞ്ഞത് എങ്ങനെയാണ് ഈ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ കറക്റ്റ് ചെയ്യുക, ഇറ്റ് ഈസ് കറക്റ്റഡ് ബൈ യൂസിങ് എന്ത് യൂസ് ചെയ്തിട്ടാണ്, വാൻ ഹോ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാറുള്ളത്. ഐസ് ഈക്വൽ ടു നമ്മൾ എന്താണ് പറഞ്ഞത്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. ദെൻ അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഐസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്നും നമുക്ക് വാൻ ഹോ ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാം. ദെൻ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ അവിടുത്തെ അയോൺസിൻ്റെ എണ്ണം തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, I എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്ന് വെച്ച് നമ്മൾ എല്ലാ ഇക്വേഷനിലും നമ്മൾ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മോളിക്കുലാർ മാസാണ് കിട്ടുക. അതാണ് പിന്നെ പറഞ്ഞത്. പിന്നെ നമ്മളൊരു ടേം പറഞ്ഞു, എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു ഐസോട്ടോണിക് സൊല്യൂഷൻ എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു, സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഈസ് കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ദാറ്റ് ഈസ് π1 ഈസ് ഈക്വൽ ടു π2. ദെൻ വി ഗെറ്റ് എന്താണ് ലാസ്റ്റ് കിട്ടുക, W1 ഡിവൈഡഡ് ബൈ M1 V1 ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 V2 എന്നുള്ളൊരു ഇക്വേഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇതോടെ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്ത് ചെറിയ ഡൗട്ടാണെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കണം. ഇതുവരെ ആരും ഡൗട്ടൊന്നും ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ചിലവർ ചോദിക്കാറുണ്ട്, 2-3 ആൾക്കാർ മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ഇത് ആ ഡൗട്ടൊക്കെ ക്ലിയർ ആക്കണം. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് ആ 5 മാർക്ക് ധൈര്യമായിട്ട് പഠിക്കുക എന്നുള്ള ഈ പാഠമൊന്നും മനസ്സിലാക്കിയാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ 5 മാർക്ക് വെറുതെ കളയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ 5 മാർക്ക് നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് നേടേണ്ടതുണ്ട്. അപ്പോൾ സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഓർഗാനിക്കും ഇതൊക്കെ തുടങ്ങേണ്ടതിന് മുമ്പ് തന്നെ അതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് കുറച്ച് ഡൗട്ടൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉള്ള ഭാഗങ്ങളാണ് ഓർഗാനിക്കൊക്കെ. പെട്ടെന്ന് അങ്ങോട്ടൊരു ബോണ്ട് മാറിയാൽ തന്നെ നമ്മൾ മാർക്ക് പോകും. പക്ഷേ ഇത് കേസിൽ അങ്ങനെയല്ല. നമുക്ക് കറക്റ്റ് ഫിസിക്കലിൻ്റെ കേസിലൊക്കെ നമുക്ക് കറക്റ്റ് ആ പഠിച്ചത് അതേമാതിരി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇതോടെ നമ്മളെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക്
അടുത്തൊരു തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ച റിഡോക്സ് റിയാക്ഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, താങ്ക് യു.